ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229. അയ്യേ, എന്താ ഇത്? തൂവാല കൊണ്ടാണോ തല തോർത്തുന്നേ? വാ, ഇവിടെ ഇരിക്കെ, ഞാൻ ചെയ്തു തരാം. എനിക്കിന്നേ ജോലിക്ക് പോകാൻ ഒരു മൂഡില്ല. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? എന്നാ പോവാൻ നോക്ക്. മാറി നോക്കട്ടെ, ആരാ നോക്ക. ആരാത്? എന്തിനാ ഡോറിൽ അടിക്കുന്നേ?
നമ്മുടെ നാട്ടില് ഏകദേശം 15,000-ഓളം പേർ സൈക്കാട്രിസ്റ്റുകളായും സൈക്കാട്രിസ്റ്റ് സ്റ്റുഡൻസായും മെഡിക്കൽ ഫീൽഡിൽ ഫെവിക്കോൾ പോലെ സ്റ്റിക്കായിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ രേഖ മാഡം പ്രശസ്തയായ ഒരു സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ പോലും മെഡിക്കൽ ഫീൽഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി കൈകോർത്ത് സമൂഹ സേവനം ചെയ്യുന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. എല്ലാവരെയും പോലെ പണത്തോട് ആർത്തി കാണിക്കാതെ മാനസിക അസ്വാസ്ഥ്യമുള്ളവരെയും ബുദ്ധിമാന്യമുള്ളവരെയും അതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റവാളികളെ പോലും മനപരിവർത്തനം നടത്തി സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ മാഡം ജീവജാലങ്ങൾക്ക് പോലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് മാഡത്തെ നമുക്ക് ദൈവദൂത എന്ന് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ രേഖ മാഡം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായി കൈകോർക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാഡത്തിന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയും ആദരം അർപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. മാഡം പ്ലീസ്. മാഡം, ഹൂലി ക്രോസ് മർഡർ കേസിന്റെ ഫയൽസ് ഞാൻ ഈ സെക്കൻഡ് റോയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റിൽ 90% ആൾക്കാരും PM-ന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ഈ മാഡം ഒരുത്തിയ എന്റെ തലവിധി. PM-ഉം ഇല്ല, AM-ഉം ഇല്ല. ഞാനിവിടെ വെറുതെ ഇരിക്കാം. ഒരുമാതിരി പരിപാടി എന്നെ കൂടെ കൊണ്ടുപോയാലെന്താ? ലൂസ് മോഷണം എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് സൈഡിലേക്ക് മാറി വല്ല ചായയോ ബണ്ണോ കഴിച്ച് വയറ് നിറച്ച് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങായിരുന്നു. മൂർത്തി. മാഡം, ഫയൽ മാഡം. എന്താ മൂർത്തി അവിടെ എന്താ പിറുപിറുത്തോണ്ടിരുന്നെ? അതൊന്നുമില്ല മാഡം, എന്റെ രണ്ടാമത്തെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. മാഡം ചെറിയൊരു പെർമിഷൻ തന്നാ. കിട്ടുന്ന സാലറി വെച്ച് എങ്ങനെയാ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മനുഷ്യന്റെ മാനസിക സംഘർഷം എന്താണെന്ന് മാഡത്തിന് അറിയണ്ടോ? എന്തായാലും പറഞ്ഞോ. ഒന്നുമില്ല മാഡം. ഡ്യൂട്ടികൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും തമാശ പറച്ചിലിന് കുറവൊന്നുമില്ല. അതെങ്ങനെ മനസ്സിലായി? പോയി വല്ലതും ജോലി നോക്കണം. സോറി മാഡം, ഒന്നുമില്ല മാഡം. ശരി മാഡം, മൂത്തരച്ചിട്ടും കല്യാണം ആയല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം. മാൻ അവിടെ വെച്ചേക്ക്. സന്തോഷ്, നിങ്ങൾ പോയി ഫുഡ് കഴിച്ചു. മൂർത്തി മാഡം വിളിച്ചായിരുന്നു? വേഗം കഴിച്ചിട്ട് വാ. പറച്ചിൽ കടത്തൊന്നും അവിടെ നിന്ന് ബിരിയാണി കഴിക്കാൻ എടുത്ത് വെച്ചേക്കോ. എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എന്റെ ഭക്ഷണം നിന്നോട് പറഞ്ഞു കേട്ടില്ലേ നിന്റെ ഭക്ഷണം? സതീഷ് പോലീസുകാരൻ മേത്ത് കൈവെക്കാൻ നോക്കുന്ന നായിന്റെ മോനെ നീ.
പോലീസുകാരുടെ ദേഹത്ത് കൈവെക്കുന്നതാണ് കൊല്ലവനെ. നീയൊക്കെ ഒന്ന് ഡാൻസ് കളിച്ചേ. അടുത്ത് വരരുത്. ഷൂട്ട് കഴിഞ്ഞ് പല്ലതേക്ക്, നീ പല്ലതേക്ക്. കഴിക്ക്, മധുരം കഴിക്ക്, കഴിക്ക്. Doesn't like no borders, I won't be in this hole. Be free and focus, briefly behind. Look at that.
പണ്ടാര മോനെ, ഒന്നും ആലോചിക്കില്ല, കൊന്നുകളയും ഞാൻ. സന്തോഷ്, യെസ് മാഡം. ഈ നായിന്റെ മോന് 3rd ഡിഗ്രി ട്രീറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ മാഡം. മോനേട്ടാ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. കൊണ്ടുവരാ സാറേ. വന്നു 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 വന്നു. ഒന്ന് വേഗം വാടോ. വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോ ബിയർ എടുത്തിട്ട് വരും. റൈസ് കൊണ്ടുവരാൻ പറഞ്ഞ ഐസ് കൊണ്ടുവരും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നോ എന്തോ. ഓ, ജനിച്ച കാലം പോലെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ ജനിച്ചപ്പോ ഇങ്ങനെ ആയിരുന്നില്ല, കല്യാണത്തിന് ശേഷം ഇങ്ങനെ. അയ്യോ, ഈ ഫ്രിഡ്ജിലിരുന്ന ദോശമാവ് ഇതെവിടെ പോയി? ഞാൻ ഇവിടെ തന്നെയല്ലോ വെച്ചത്. അയ്യോ മാഡം, ദോശമാവ് പാലാണെന്ന് കരുതി ഞാൻ പാത്രത്തിലിട്ട് തിളപ്പിച്ചെന്നേ. ഓ, നിങ്ങളുടെ ഒരു കാര്യം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എന്താണെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു പോവാ, എല്ലാം കുളമാക്കിക്കൊണ്ടിരിക്കുക. ആസ് യൂഷ്വൽ. റിയ, ഹലോ. ഹലോ ചേച്ചി, ഒരു എമർജൻസി കേസ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആ, ഈ നേരത്തോ? അല്ല, എന്താ പറ്റിയേ? ക്രിമിനൽ സൈക്കോ ശ്യാം എബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തോണ്ടിരിക്കുക. മോസ്റ്റ്ലി സൈക്കോസിസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചി ഒന്ന് വരുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടിയേനെ. പ്ലീസ് ചേച്ചി. ഓക്കെ, ഐ വിൽ ബി ദേർ. ഓക്കെ. പോണമായിരിക്കും അല്ലേ? എമർജൻസിയാ. ശരി, പോയിട്ട് വാ. കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടി മതിലൊക്കെ നോക്കി ഞാൻ ടൈം പാസ് ചെയ്തോളാം. സോറി ഡിയർ. ഓക്കെ ഓക്കെ. ഐ വിൽ ബി ബാക്ക് സൂൺ. ചെല്ല്. ആ, മിററിന് മുന്നിൽ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിച്ചേക്കണേ. ആയിക്കോട്ടെ മാഡം. ഏയ് ടേക്കാ ആ, മെഡിക്കൽ കിറ്റ് കാറിനകത്തുണ്ട്. ആ ശരി. ലവ് യു. ലവ് യു ടു. ടേക്ക് കെയർ. Put your guns down, ready to the party, baby. Go on the street, and scream. Up on the one corner, hunting down like over your reach of there, doesn't knock you right on the lane. Ready to dig in dirty. A man of me, a boss, never seem to be. How my kingdom come, hungry and security and ചേച്ചി, എനിക്ക് ഇവനോട് കുറച്ച് പ്രൈവറ്റായി സംസാരിക്കാനുണ്ട്. നിങ്ങൾ എല്ലാരും പുറത്തേക്ക് പോയിക്കോ. ചേച്ചി. ആ, റിയ, തൽക്കാലത്തേക്ക് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. 24 to 36 hours അവൻ അൺകോൺഷ്യസ് ആയിരിക്കും. അവന്റെ ബ്രെയിൻ വേവ്സ് കുറെ സ്ട്രോങ് ആയതുകൊണ്ടാ അവൻ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്ക് അവനെ. ചേച്ചി, ഈ സമയത്ത് ഇതിപ്പോ 11 മണിയായില്ലേ? PM-ന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെയുള്ള മെജോറിറ്റി സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. മാനേജ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ചിലപ്പോൾ മരിച്ചു പോവും. സിറ്റുവേഷൻ ഈസ് വെരി വെരി ക്രിട്ടിക്കൽ റിയ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ബാക്കി നിന്റെ ഇഷ്ടം. ബൈ. ചേച്ചി, ചേച്ചി, ഷിറ്റ്.
നമ്മൾ എത്ര കാലാന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ജീവിക്കുന്നു. നീ ഒന്ന് മൂളിയാ മതി, നമുക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാലോ. പ്ലീസ് അഞ്ജലി, എന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഈ സമൂഹത്തിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. ലെറ്റ്സ് മാരി ഡിയർ. Again the same topic. എന്തിനാ ഇങ്ങനെ എപ്പോഴും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ മൂഡ് സ്പോയിൽ ചെയ്യുന്നത്? കല്യാണം എന്ന് പറഞ്ഞ ടോയ്ലറ്റ് പോലെയാ, പോകുന്നവരെ നമുക്ക് ഈ അർജൻസി ഉള്ളൂ. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാ പിന്നെ അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണമെന്നായിരിക്കും. ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നീ എന്നെയും പ്രണയിക്കുന്നു. നമ്മുടെ മനസാക്ഷിയേക്കാൾ വലുതല്ല ഒന്നും. ഈ സൊസൈറ്റിയെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ കല്യാണം എന്നുള്ള ഡ്രാമയില് നമ്മൾ ജോക്കേഴ്സായി മാറും. വേറെ പ്രയോജനമൊന്നുമില്ല. അഞ്ജലി, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് നിനക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. കല്യാണ സദ്യക്ക് എല്ലാവരും ആദ്യം വിളമ്പുന്നത് അച്ചാറായിരിക്കും എന്ന് കരുതി നമ്മൾ അച്ചാറ് മാത്രം കൂട്ടി സദ്യ കഴിക്കാറുണ്ട്. ഞാൻ എന്റെ ഭാര്യ ദിവ്യയെ ഡിവോഴ്സ് ചെയ്ത് എന്തിനു വേണ്ടിയാ? നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമാ. കല്യാണം എന്ന് പറയേണ്ടത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അതൊന്നും മനസ്സിലാക്കുന്നേ. അയ്യോ എന്റെ പൊന്നു മോനെ, എനിക്ക് കല്യാണത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എങ്ങാനും കല്യാണം കഴിച്ചാൽ നിന്നെ മാത്രമേ കെട്ടു. വെറുതെ മൂഡ് കളയല്ലേ ബേബി. കമോൺ. ആരാ ഈ സമയത്ത്? പവൻ, നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. രാജ്, what a surprise. ഈ സമയത്ത് come on, come. Anjali, my darling. This is for my lovely heroine, Anjali. Thank you, dear. What's the matter? You seem so happy. Today is my happiest day. അങ്ങനെ അവസാനം എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു തടസ്സം അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒഴിവായി കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും പ്രണയ ജോഡികളെ പോലെ പറന്ന് 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 ആകാശത്തിന്റെ അതിർവരമ്പുകൾ താണ്ടിക്കൊണ്ട് സന്തോഷകരമായി ജീവിക്കാൻ പോകുന്നു. Come on, let's celebrate, അഞ്ജലി. Wow, good news. Definitely നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം രാജ്. പക്ഷേ ഇന്ന് വേണ്ട പ്ലീസ്. What? Come on, അഞ്ജലി. ഇത് നല്ല ഒന്നാം തരം ആൽക്കഹോളിക് വെതർ അല്ലേ? ട്രൂ രാജ്. നാളെ എനിക്ക് ബോംബെന്ന് കുറച്ച് മോഡലിംഗ് എക്സ്പെർട്സ് വരും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് അസൈൻമെന്റ്സ് ഉണ്ട്. നാളെ നേരത്തെ എഴുന്നേറ്റ് റെഡി ആവണം. പ്ലീസ് ലെറ്റ്സ് സെലിബ്രേറ്റ് സം അതർ ടൈം. Okay. Advance Happy New Year. The same. Take care. Love you, dear. Bye bye. Bye. My sweetheart. Shit. അത് സോറി പവൻ. ഇവിടെ വേണ്ട. കം, വിൽ ഗോ സംവെയർ. Shit. പ്ലീസ്. Take a shot. Vodka on the rocks. You're Anjali, ma'am, right? Yeah. Oh gosh, I'm the greatest fan of yours. If you don't mind, can I have a selfie with you, ma'am? Please. Yeah, sure. Ready, ma'am? Here we go. Please, can you be there for a few minutes? Cheers. Thank you, ma'am. Nice pic. What's happening? Oh my God, you're giving your number to me? Oh,
I'm so lucky, ma'am. Can I have your WhatsApp number? Here you go. This is my card. Oh, thank you. I can't believe this, ma'am. Ma'am, give me just 2 minutes. I'll get your drinks ready. Okay? Okay. എന്നെ കാണുന്നവർക്കൊക്കെ നിന്റെ നമ്പർ കൊടുക്കേണ്ട കാര്യം എന്താ? പവൻ, മോഡലിംഗ് ആക്ടിംഗ് ഫീൽഡില് ഇങ്ങനെ ഫാൻസ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റാ. ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. Come, let's dance. പോയി. Don't spoil the mood, please. Come, let's dance. Yes, 15 minutes for New Year, guys. എന്റെ ഒരു വിധി, ന്യൂ ഇയർ ആയിട്ട് ഈ ഭ്രാന്തന്റെ കൂടെ ഇരിക്കേണ്ടി വന്നല്ലോ. ആ ഉമേഷ് റെഡ്ഡിയുടെ കേസ് ഒരു വശത്ത്, ഇവിടെയാണെങ്കിൽ ഈ വൃത്തികെട്ടവന്റെ കേസ്. ഈ കാലഘട്ടത്തിൽ എത്രമാത്രം മോശപ്പെട്ട ആൾക്കാരാണല്ലേ. ഭാഗ്യം ഇവന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ ഭാര്യ ചെന്ന് പെടാത്തത്. അമ്പോ, വൃത്തികെട്ടൊരു ഫോണ് സ്വിച്ച് ഓഫ് ആയി, നാശം. ആ, പണ്ടൊക്കെ ഫോണിൽ കുത്തി കളിക്കുമ്പോൾ ഒരു രസമായിരുന്നു. കൊറോണ വന്നതോടുകൂടി ഫോൺ കാണുമ്പോ തന്നെ വെറുപ്പാ. എടോ കോൺസ്റ്റബിളെ, ആ മൊബൈലും തന്നെ എന്റെ ഭാര്യ ഞാനൊന്ന് വിഷയമിട്ട്. ചേട്ടാ, അവര് നേരത്തെ തന്നെ എന്നെ വിളിച്ച് ചേട്ടനെ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ വെച്ചത്. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? ആണോ? പാവം, എന്തിനാ ന്യൂ ഇയർ ആയിട്ട് വെറുതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കുന്നത്? അതൊക്കെ വളരെ മോശം. അതുപോട്ടെ, എന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? അത് പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചായിരുന്നു. ആ സമയത്ത് നമ്പറും എക്സ്ചേഞ്ച് ചെയ്തു. ചേട്ടൻ ഇങ്ങനെ സംശയിക്കാതെ. ചേട്ടൻ വിചാരിക്കുന്ന പോലെയല്ല അവരെനിക്ക്. സത്യം പറഞ്ഞ എന്റെ സ്വന്തം പെങ്ങളെ പോലെ തന്നെയാ. എടാ പുന്നാര മോനെ, ചോറ് തന്നെയാ ഞാനും തിന്നുന്നേ. എനിക്കിട്ട് ഉണ്ടാക്കല്ലേ. മര്യാദക്ക് നീ നമ്പർ ഡിലീറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ എന്റെ ടെമ്പർ തെറ്റിപ്പോ. ഓക്കെ ബ്രോ. ഓ, മാഡം സഡൻ ബ്രേക്ക് ഇട്ട സ്ഥിതിക്ക് കാപ്പി കുടിക്കാനുള്ള ബ്രേക്ക് ആയിരിക്കും. ഓ, ഈ ഒരു കാപ്പി മണ്ണും കഴിക്കാം. Yeah. എടാ, താനവിടെ എന്തെടുക്കുക? അകത്തിരിക്കുന്നതിന്റെ അമ്മായിയുടെ മറന്നുമല്ലോ. എടാ മണ്ട, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാടാ. ഇവൻ ഇനി 24 മണിക്കൂർ നേരത്തേക്ക് എണീക്കില്ലെന്ന് രേഖാ മേഡം പറഞ്ഞതല്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. അങ്ങനെ ബഹളം വെക്കലേട്ടാ വരുന്നത്. ഒരു ആത്മാർത്ഥത. സഹോദര, 5 ഷുഗർ ഉള്ളത്, 5 വിത്തൗട്ട്. നല്ല സ്ട്രോങ് കാപ്പി ഇങ്ങോട്ട് എടുത്തേ. കണ്ണെല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് കിടക്കുക. I'm on duty. ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് ഇടയില്ല. വെറുതെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ. ഓക്കെ. ചേട്ടത് ഇളനീരൊന്നുമല്ല, കോഫിയാ. കോഫി ഒരു രക്ഷയില്ല. തലവേദനയ്ക്ക് ഉത്തമ ഔഷധം. വിചാരം. എന്താ നിക്കുന്നത്? അങ്ങോട്ട് കേറ്. എങ്ങനെ കേറാനാടാ ഈ മരണ വണ്ടിയില്? അവിടെ ശവം പോലെ കിടക്കുന്ന അവന്റെ ബോഡിയും നിന്റെ ഈ പ്രേതത്തെ പോലെ ഇരിക്കുന്ന മോന്തയും കണ്ടോണ്ട് അവന്റെ കൂടെ ഞാനും നിംഹാൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ലൊക്കേഷൻ ഷിഫ്റ്റ്, അത്രേ ഉള്ളൂ. എന്നെ ഇങ്ങനോട് തനിച്ചു വിട്ടിട്ട് പോവാൻ പാടുണ്ട് ചേട്ടാ. വായടച്ച് ഈ ഹെഡ് കോൺസ്റ്റബിൾ ശ്രീധരൻ മൂർത്തി പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഇല്ലെങ്കിൽ തോകൃത്യം വെടിവെച്ച് കളയും. അകത്തോട്ട് കയറാ. കളിക്കുന്നവൻ വായിറക്കെ എന്തോ പോലെ. Hey Rohan. Happy New Year. Thank you so much. Wish you the same. Rohan, I'm slightly busy now. Okay. Can I call you later? Yeah, sure. Thank you. വിഷാദമോഹിനി വിചിത്രവാഹിനി. ശ്യാം,
നിറങ്ങൾ തൂകുമീ പ്രപഞ്ച Did you hear something? No, there is something fishy. Stop the car. Huh? Oh shit! Santosh! Santosh! Santosh, അവൻ escape ആയി. രംഗസ്വാമി, എന്ത് പറ്റി മൂർത്തി, madam? എന്താ madam? നമ്മുടെ PC യിൽ നിന്ന് അവൻ escape ആയി. Let's find him. Search! Search! Search the dark highway. വഴിയിലൂടെ ഒന്ന് പോയി നോക്ക്. Oh! Oh shit! അയ്യോ! ഓ മൈ ഗോഡ്. ഇഡിയറ്റ്. ഹേയ്, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഹായ് രേഖ. ഏയ് രാജ്, നീയായിരുന്നോ? ഞാൻ ടുഡേ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ഗസ് വാട്ട്? എനിക്ക് ഡിവോഴ്സ് കിട്ടി. ഓ ഗോഡ്. ഞാനത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നൗ അഞ്ജലി ഈസ് മൈൻ ഫോർ എവർ. നാണോ ആവില്ലേ? നിന്റെ നല്ലൊരു ഭാര്യയെ വിട്ട് നീ എന്തിനാ അഞ്ജലിയുടെ പുറകെ പോകുന്നേ? ഭാര്യയെ മരണം വരെ നിന്റെ കൂടെ ഉണ്ടാവും. എനിവേ, നീ എന്തായാലും സന്തോഷമായിട്ടിരിക്കെ. ഐ ഹാവ് ടു ഗോ. വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കണേ. ഓ ആയിക്കോട്ടെ. ഓക്കെ, ബൈ. ടേക്ക് Take കെയർ. care, Rega. Bye. See ya. സൂക്ഷിച്ചു പോ. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ചെല്. ഓ ഏയ്, മരുന്ന് കഴിച്ചായിരുന്നോ? ആ കഴിച്ചു കഴിച്ചു. ഒരേ ഒരു ഹഗ്. ഫ്രഷ് ആയിട്ട് വന്നെന്നെ തൊട്ടാ മതി. പ്രൊഡ്യൂസർ രാജശേഖർ. Hey, Rekha. I reached home safely. ആ ഞാൻ രോഹന, രേഖയുടെ ഹസ്ബൻഡ്. സോറി സർ. ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നു എന്ന് രേഖയോടൊന്ന് പറഞ്ഞേക്കൂ സർ. ബൈ. ആ ആരാ വിളിച്ചേ? ഏതോ ഫിലിം പ്രൊഡ്യൂസർ രാജശേഖരനെ വിളിച്ചേ. സേഫ് ആയിട്ട് വീട്ടിലെത്തിയെന്ന് നിന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാൻ പറഞ്ഞു. നല്ല രേഖ, ആരാ ഈ രാജശേഖരൻ? അയാളെന്റെ പഴയൊരു ഫ്രണ്ടാ. അയാള് വൈഫിനെ ഡൈവേഴ്സ് ചെയ്ത് ആക്ട്രസ് അഞ്ജലി ആയിട്ട് അഫെയറിലാ. അവളെയും വെച്ചൊരു ഹെവി ബഡ്ജറ്റ് പടം ചെയ്യാനാ പ്ലാൻ. നാട്ടിലെല്ലാവർക്കും ഇത് അറിയാം. മൊത്തം പത്രങ്ങളിൽ ഇപ്പൊ ഇതാണല്ലോ ചൂടുള്ള വാർത്ത. അടുപ്പത്ത് മുട്ട വെച്ച് വേവിച്ചിട്ട് 1/2 മണിക്കൂറായിട്ടും അത് വെന്തില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്ലാസ്റ്റിക് മുട്ട തന്നെയായിരിക്കും. അയ്യോ, ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ. എന്റെ പൊന്നെ എന്ന് കേട്ടാൽ വീണു പോകും സുന്ദരൻ. എനിക്ക് വയ്യ. റോഹൻ, ആർ യു ഓൾറൈറ്റ്? എനിക്ക് തല വേദനിക്കുന്നു വല്ലാതെ. എന്താ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് തല. ഞാൻ നോക്കട്ടെ. നത്തിങ് റോങ്. ഇറ്റ്സ് ജസ്റ്റ് എ മൈഗ്രെയിൻ. ഒരു ഇഞ്ചക്ഷൻ എടുത്താ എല്ലാം ശരിയാവും. മോനേട്ടാ. അയ്യോ, സ്റ്റൗ കത്തിക്കാൻ മറന്നു പോയതാണെന്ന് ഞാൻ ഇപ്പോഴാ കണ്ടത്. മോനേട്ടാ. അയ്യോ, ദേ വന്നേ. എന്തു പറ്റി മാഡം? ദേ നോക്ക്,
സ്ട്രെയിറ്റ് പോയി സെക്കൻഡ് റൈറ്റ് എടുത്ത് തേർഡ് ലെഫ്റ്റ് എടുത്ത ഒരു മെഡിക്കൽ ഷോപ്പ് കാണാൻ പറ്റും. അവിടെ പോയി സൊമാട്രിപ്റ്റോൺ ഇഞ്ചക്ഷൻ മേടിച്ചോണ്ട് വാ. അയ്യോ മാഡം, ടോപ്പിക്കാനാ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, പിന്നെന്തിനാ ഞാനത് വാങ്ങാൻ പോകുന്നേ? അയ്യോ, ഇയാളോട് ഏത് കാലത്താ പറയാൻ തോന്നിയ? ഞാൻ തന്നെ പോയി വാങ്ങിട്ട് വരാം. 5 മിനിറ്റ്. പ്ലീസ് റിലാക്സ്, ഞാൻ വേഗം വരാം. റെസ്റ്റ് എടുക്ക. റിമോട്ട് എവിടെ വെച്ച് കാണുന്നില്ലല്ലോ. ഈ സമയത്ത് ഇതാരാ വന്ന് ബെല്ലടിക്കുന്നത്? അഞ്ജലി എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടി ആയിരിക്കും. Feels as if a big burden is off. Oh yeah. രോഹൻ, ഹൗ ഡു യു ഫീൽ നൗ? യാ ബെറ്റർ. നിന്റെ അനിയത്തിക്ക് ഒരു നല്ല ചേച്ചി, ഭർത്താവിനൊരു നല്ല ഭാര്യ, നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡോക്ടർ. നിന്നെ പോലെ ഒരാളെ കിട്ടിയതിന് ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവും. എനിക്ക് സുഖിച്ചു. ഇനി എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാമോ? ഓ നമ്മുടെ ധനീഷ് മരിക്കാൻ കാരണക്കാരൻ ഞാനാണ് മാഡം. ഉറപ്പായിട്ടും ആ സൈക്കോ ശ്യാം ഒരു മനുഷ്യനല്ല, മൃഗം തന്നെയാ. റിലാക്സ്. ഫയർ ചെയ്തതിനു ശേഷം കുത്തിയതായിരിക്കുമോ അതോ കുത്തിയതിനു ശേഷം ഫയർ ചെയ്തായിരിക്കുമോ? എന്തോ തോന്നുന്നു. ഈസിയസ്റ്റ് വേ എന്താന്ന് വെച്ചാ നാച്ചുറലി ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് അവന്റെ ദേഷ്യം തീരുന്നത് വരെ, കുടല് പുറത്തെടുക്കുന്നത് വരെ കുത്തി, അതിനുശേഷം വിരല് കട്ട് ചെയ്തതായിരിക്കാം. അതെ സർ, എനിക്കും അങ്ങനെ തോന്നുന്നു. സെയിം മോഡ് ഓഫ് ഓപ്പറേഷൻ. 100% ഇത് സൈക്കോ സാമിന്റെ പണി തന്നെയാ. ആ കോൾഡ് ബ്ലഡഡ് മർഡറർ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണം രക്ഷപ്പെട്ടിരിക്കുന്നു. സർ, ഇറ്റ് വാസ് എ സെക്യൂരിറ്റി ലാപ്സ്. കീപ് ക്വയറ്റ്. ഡോണ്ട് ഗിവ് മീ സില്ലി ആൻസേഴ്സ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഇതൊരു വലിയ നാണക്കേടാണ്. മീഡിയക്കാർ ഇപ്പൊ തന്നെ നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. അവരോട് നമ്മൾ എന്ത് മറുപടി പറയും? പ്ലീസ് ഡോക്ടർ, ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട്സ്, ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട്സ് ആൻഡ് ഫോറൻസിക് റിപ്പോർട്ട്സ് എല്ലാം എപ്പോൾ കിട്ടും? ഡോണ്ട് റിയാക്ട്. മാഡം മാഡം ജസ്റ്റ് കീപ് മാഡം ഒന്ന് നിൽക്കണേ. 100 വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സൈക്കോ കില്ലറിനെ പിടിക്കുന്നത് തന്നെ. എന്നിട്ട് അവരെ ഒരൊറ്റ രാത്രി കൊണ്ട് പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആ സൈക്കോ ശ്യാം കാരണം മരണപ്പെടുന്ന ഓരോ നിരപരാധികൾക്കും നിങ്ങൾ വേണം സമാധാനം പറയാൻ. അതെ കമ്മീഷണറെ, മറുപടി പറയൂ. അതെ കമ്മീഷണർ സാറേ, അങ്ങനെ പോയാലെങ്ങനെ? ഞങ്ങളെന്താ ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് കരുതിയോ? നോക്കി, സിറ്റിയിൽ ഫ്യൂൽ റേറ്റിനേക്കാൾ ക്രൈം റേറ്റ് ആണ് കൂടുന്നത്. അതിനുള്ള മറുപടി പറയാതെ സാർ ഇവിടുന്ന് മുഖം തരാതെ പോയാലെങ്ങനെ? മേ ഐ ഗോ അഹെഡ്. ആരെവിടെ ബഹളം വെക്കുന്നേ? നിങ്ങളെ പോലെ തോന്നുന്ന സമയത്തെ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കുവല്ലേ ഞങ്ങള്. 24 മണിക്കൂറും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരാ പോലീസ്. വായിലെ നാക്കെ അടക്കി അതിനകത്ത് വെച്ചേക്കണം. ഇനി അത് പോട്ടെ, ആ സൈക്കോ ശ്യാമിനെ പിടിച്ചതേ മഹാരാഷ്ട്ര പോലീസോ അതുപോലെ ഗോവ പോലീസോ ഒന്നും അല്ല.
കേരള പോലീസ്, അതും ഈ ഞാനാ. ഇനിയും അവനെ പിടിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. Breaking news. The war reaches dangerous proportions. On the mysterious escape of serial killer Psycho Shama, nationwide media condemns ACP Riya Venkatesh on her recklessness. Dreaded criminal Psycho Sham, alias Sham Sundar, escapes as the police attempt to escort him to the Nimhans in Bangalore city. ഹായ് You idiot. ഓവർ സ്മാർട്ട് ആവാൻ നോക്കുവാണല്ലേ നീ? എടാ, വൃത്തികെട്ടവനെ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? ഷൈൻ ചെയ്യുമല്ലേ? സോറി പറഞ്ഞില്ലേ? പ്ലീസ് സോറി. ഡിപ്പാർട്ട്മെന്റ് ബുദ്ധിമുട്ട് നിനക്ക് അറിയാവുന്നല്ലേ? ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്ക്. സൈക്കോഷാം ഒരു വശത്ത് ടോർച്ചർ ചെയ്യുന്നു, എന്റെ ഇടയ്ക്ക് നീയും. ലവ് യു എന്ന് പറഞ്ഞ എന്റെ പിന്നാലെ നടക്കുന്ന കാര്യമൊക്കെ മറന്നോ നീ? ഞാൻ പറയട്ടെടോ, ഞാൻ പറയട്ടെ. ഒരു അവസരം കിട്ടിയ എന്തോ ദിവസവും പറയോ? പറയോ? ഞാൻ ജസ്റ്റ് എന്റെ ഡ്യൂട്ടി ചെയ്തു എന്നല്ലേ ഉള്ളൂ. മൈക്ക് കയ്യിൽ കിട്ടിയ പിന്നെ ഒന്നും ഓർമ്മയില്ലല്ലേ? സോറി സോറി, ഒന്ന് ഛേ, ക്ഷമിക്കടോ. get lost. ഏയ് റിയ, റിയ, ഓ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റ പാട്. മർഡർ സ്പോട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയ കാര്യം നീ എന്റെ അടുത്ത് ഇറക്കല്ലേ? ഹായ്, ഇറ്റ്സ് ഓൺ മീ. ഓക്കേ സർ. യോ, ട്രാൻസാക്ഷൻ ലിമിറ്റ് തീർന്നില്ല. ഓക്കേ, I'll pay. Here you are. താങ്ക് യു മാം. Welcome. Renowned film producer Rajashekhar brutally murdered. Is it Psycho Sham or actress Anjali? And exactly an hour after that, producer Rajashekhar was brutally murdered at his residence in Sham's signature murder style. But the evidence also points at Anjali, the proprietor of Joker Entertainment Media Company, as model Anjali's visiting card was found at the murder spot. So is it actor Anjali or Psycho Sham is behind this cold-blooded murder? You have to wait and watch for more forensic evidence. അയൽപക്കത്തുള്ള ആരും തന്നെ ഗൺഷോട്ടിന്റെ സൗണ്ട് ഒരു അല്പം പോലും കേൾക്കാതെ അവൻ കൊലപാതകം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിലും കത്തി കൊണ്ട് 10 തവണ കുത്തി 10 വിരലുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടും ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ കൊലപാതകി ആള് നിസ്സാരക്കാരനായിരിക്കില്ല. എക്സാക്ട്ലി. കം. പ്ലീസ് സിറ്റ്. റിയലി ഇറ്റ്സ് മെറ്റിക്കുലസ്. സർ, ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട്. മാം, അയാളുടെ ബ്ലഡില് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോ ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ, പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആയിക്കോട്ടെ, യാതൊരു വിധത്തിലുള്ള എവിഡൻസും കാണുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. നോൺ ഫോറൻസ് എവിഡൻസ് എന്തെങ്കിലും? ഞാൻ അതിനിപ്പോ എന്താ പറയാ? എന്നാലും എനിക്കിതിന്ന് മനസ്സിലായത് മുമ്പ് നടന്ന കൊലയും ഈ കൊലയും തമ്മില് ഒരുപാട് സാമ്യമുണ്ട്. സെയിം മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, സെയിം സിഗ്നേച്ചർ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഈ സൈക്കോ ശ്യാമിനെ തന്നെ പ്രൈമറി സസ്പെക്റ്റായി കാണാതെ തരവില്ല. അതും മാത്രമല്ല, മേഡം ഇപ്പൊ പറഞ്ഞതുപോലെ ആ രാജശേഖരന്റെ ബോഡിയുടെ അടുത്തുനിന്ന് വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവളുടെ കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നുമല്ലോ. ഡോക്ടർ, താങ്കളും ഇവരെ പോലെ നോൺസെൻസ് പറയല്ലേ? സർ, ഞാൻ പറഞ്ഞ രാജശേഖർ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്. അയാളുടെ വീട്ടിൽ ഈ മോഡൽസിന്റെ ആക്ടേഴ്സിന്റെ വിസിറ്റിംഗ് കാർഡ് അല്ലാതെ പച്ചക്കറി കച്ചവടക്കാരനെയും പഞ്ചറുകടക്കാരനെയും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവുമോ? അതും കറക്റ്റാ. ഓൾറെഡി രാജശേഖർ അഞ്ജലിയെ വെച്ച് ഒരു സിനിമ പിടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട്. ഐ എം സോറി. സോ വിസിറ്റിംഗ് കാർഡ്സ് അവിടെ കാണുന്നത് കോമൺ. പിന്നെ നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ പ്രോട്ടോകോൾ മറികടന്ന് അഞ്ജലിയുടെ വിസിറ്റിംഗ് കാർഡിനെ കുറിച്ച് മീഡിയാസിനോട് പറഞ്ഞ് വളരെ തെറ്റായി പോയി. സർ, ഞാനല്ല അത്. അത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, വീണ്ടും റിപ്പീറ്റ് ആവാൻ പാടില്ല. സർ, ആൻഡ് വൺ മോർ തിങ്, ഇത്രയും നാളായി താൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊമോഷൻ തനിക്ക് ഇപ്പൊ കിട്ടാൻ പോവാ. ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിച്ചൊക്കെ മൂവി. ആൻഡ് നാളെ പ്രസ് മീറ്റിനിടയ്ക്ക് അറിഞ്ഞോ അറിയാതെ അഞ്ജലിയെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയേക്കരുത്. ഇറ്റ്സ് മൈ ഫൈനൽ വാർണിംഗ്. യെസ് സർ. ഹാവ് ഇറ്റ് സർ, പ്ലീസ്. യാ. Fresh report on the promotion issue of ACP Riya Venkatesh.
Suspense breaks as finally the promotion issue openly debated for a long time comes to an end. Recent speculations were that this promotion might be halted due to the recklessness of Riya Venkatesh and the dramatic escape of Psycho Sham. Psycho Sham has been absconding for a period of 24 നമ്മുടെ മേഡത്തിന് പ്രൊമോഷൻ SBI കിട്ടി. has announced a search party. This is an official confirmation that ACP Riya Venkatesh is now promoted as DCP. What she does has to be seen only now, since she has the advantage of being the DCP of Bengaluru. ഈ സന്തോഷത്തിന് എന്തായാലും ഒരു പാർട്ടി വെച്ചേ പറ്റൂ. ഉറപ്പായിട്ടും. ഒരു ജ്യൂസ് കൂടെ എടുത്തോന്നേ. എങ്ങനെയുണ്ട്? നല്ല രുചിയില്ലേ? ഇപ്പൊ വന്നോളൂ മാഡം. Okay, carry on. മൂർത്തി എന്നാ വന്നപ്പോഴേ പിന്നെ തുടങ്ങി. സാറൊരു ജ്യൂസ് കുടിച്ചാട്ടെ. എന്റെ പൊന്നു മാഡം, ഇത് സ്റ്റേഷനൊന്നും അല്ലല്ലോ, ഞാനൊന്ന് ഫ്രീ ആയിട്ട് എവിടെ ചെന്നാലും കുടിക്കാൻ ഒരുപാടൊന്നും കിട്ടിയ പിന്നെ കുടിച്ചിട്ടില്ല. ബോധമില്ല. ഹായ് Thank കൺഗ്രാറ്റുലേഷൻ. you, thank you, thank you. Congratulations. Thank you so much. ഇറ്റ്സ് ബീൻ സോ ലോങ്. നമ്മൾ അവസാനം കോളേജ് വെച്ച് കണ്ടതാ. റിയലി ഗ്രേറ്റ് യാർ. ഞങ്ങളൊക്കെ മീഡിയ മെഡിക്കൽ എന്ന് പറഞ്ഞു പോയി ജോയിൻ ചെയ്തു. നീ ആണെങ്കിൽ IPS എടുത്ത് ACPയിൽ നിന്ന് DCP ആയി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും എന്റെ ചേച്ചിയുടെ സപ്പോർട്ടുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ ചേച്ചിക്ക് കൊടുക്കും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യു ഗൈസ്. Sure. മേക്ക് ഷുവർ യു എൻജോയ് ദി പാർട്ടി. മാഡം, ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സാ? അതെ, ഓ വെരി നൈസ്. ഇയാൾക്ക് ഓൾറെഡി 2 ഭാര്യയും കുറെ പിള്ളേരും ഉണ്ട്. യു ഗൈസ് എൻജോയ്. Okay, see you around. Bye. അതെയോ? എനിക്ക് അസൂയ തോന്നുന്നു. അതെന്താ ഇത്രയ്ക്ക് അസൂയ തോന്നാൻ മാത്രം? എന്നെപ്പോലെ ഒരു അനീതി എനിക്ക് കിട്ടിയില്ലല്ലോ. ഹലോ ഡോക്ടർ രേഖ. ഓ, ഹായ്, നമസ്കാരം. നമസ്കാരം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ അവസാനം നിങ്ങളുടെ സ്വപ്നം സഫലമായല്ലോ. സർ, നിങ്ങളാണ് അവളുടെ മെന്റർ. പ്രൊമോഷന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കൂടിയുള്ളതാ. നോ, ഷീ ഡിസേർവ്സ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. കുറച്ച് മുൻദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്ന് കൺട്രോൾ ചെയ്താലേ ആള് നല്ലൊരു ഓഫീസർ. അതെ സർ. Let's have a selfie with the group. അതെ അതെ, ഞാൻ തന്നെ പറഞ്ഞു വന്നേ, ഞാൻ ഭാർഗവ്, ചെയ്യാനായിട്ട് come, let me introduce. കൊള്ളാലോ. വേഗം നടക്ക്. ഹായ് സർ. സോറി സർ, ഞാൻ സാറിനെ കണ്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് ഗോഡ് യു സോ ബ്ലെസ് യു. മച്ച് സർ. സർ, ബൈ ദ വേ, ദിസ് ഇസ് ഭാർഗവ്. ചേച്ചി, hi, sir. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാ ഭാർഗവ്. നമസ്കാരം. സർ, മീഡിയയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് ആ മർഡർ സ്പോട്ടിൽ വെച്ച് ഞാൻ ഒരു ക്രൈം റിപ്പോർട്ടറാണ് ഓ, സർ. ഗുഡ് പ്രൊഫഷൻ. കുറച്ച് ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യോ മാൻ. അച്ഛനെ പോലെ തന്നെ ഉണ്ട് മകൻ. അയ്യോ മണ്ടി, സ്വന്തം അച്ഛൻ അയാളുടെ മകനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും. അച്ഛൻ നിൽക്കുന്നു. സോറി സർ, യു ഗൈസ് ആർ ജസ്റ്റ് പുള്ളിങ് മൈ ലെഗ്, റൈറ്റ്? ഓ നോ നോ നോ. വെച്ചിട്ടുണ്ട്. ഹായ്. ഹായ്. ഹായ് രോഹൻ. നമസ്കാരം. രേഖയുടെ ഫ്രണ്ടാണല്ലേ? ഹായ്. ഹായ്. നിന്നെ ഞാൻ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ഹായ് ഗായ്സ്, ഹായ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു മൈ ഗോർജിയസ് ഫ്രണ്ട് അഞ്ജലി. കോളേജിൽ എന്റെ 2 വർഷം ജൂനിയർ ആണെങ്കിലും മൈ ക്ലോസ് ബഡി. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ എല്ലാ ആണുങ്ങളും ഇവളുടെ പുറകെ ആയിരുന്നു. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ ഒന്ന് സൂക്ഷിച്ചോണേ. നമ്മുടെ കമ്മീഷണർ സാറിന്റെ കൺട്രോൾ ഇപ്പോഴേ പോയിരിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മീഡിയ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെ തെറ്റു പറയില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ കാരണം പറയാൻ എനിക്ക് കുറച്ച് നാണക്കേടൊക്കെ ഉണ്ട്. എങ്കിലും ചില പ്രശ്നങ്ങൾ കാരണവും ചില സാഹചര്യങ്ങൾ കാരണവും സൈക്കോ ശ്യാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എസ്കേപ്പായി. സൈക്കോ ഷാം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ വിട് സാറേ, അത് കഴിഞ്ഞ കഥയല്ലേ. പക്ഷെ അയാൾ ആരാണ്? അയാൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അയാളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറ. ഗുഡ് ക്വസ്റ്റ്യൻ. Take it, sir.
സൈക്കോ ശ്യാം അഥവാ ശ്യാം സുന്ദറിന്റെ കഥ ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അയാൾ അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഗോൾഡ് മെഡലിസ്റ്റാണ്. എല്ലാ വർഷവും കോളേജിൽ അയാൾ തന്നെയായിരുന്നു ടോപ്പർ. അതുകൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഇവനെ കണ്ടാൽ ക്രൈസായിരുന്നു. 100 കണക്കിന് പെൺകുട്ടികൾ അവന്റെ പുറകെ ഉണ്ടായിരുന്നെങ്കിലും അവൻ സ്നേഹിച്ചത് ആയിഷയെ മാത്രമാണ്. അവളും അവനെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു. കോഴ്സ് അവസാനിച്ച ഉടനെ ശ്യാമിനെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അച്ഛന്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവര് തമ്മിലുള്ള പ്രണയം തുറന്നു പറഞ്ഞു. അവളുടെ അച്ഛൻ അവളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവൾക്ക് നല്ലൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ ശ്യാമിന്റെ ശമ്പളം കൊണ്ട് ഒരു ലിപ്സ്റ്റിക് പോലും വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ബന്ധത്തെ എതിർത്തു. അതൊരു ചലഞ്ചായെടുത്ത ശ്യാം ദുബായിൽ ജോലിക്ക് ചേർന്നു. പെട്ടെന്ന് തന്നെ അവനൊരു ബിസിനസ്മാനായി. ചുരുക്കി പറഞ്ഞാൽ കേവലം 3 വർഷം കൊണ്ട് തന്നെ ഒരു വലിയ പണക്കാരനായി അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. പക്ഷെ അതിനുള്ളിൽ ആയിഷ മറ്റൊരു പണക്കാരൻ പയ്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ലൈഫിൽ സെറ്റിലായി. അതറിഞ്ഞ ശ്യാം വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലായി. അവിടെ മുതലാണ് ഈ ശ്യാം സീരിയൽ കില്ലറായ സൈക്കോ ശ്യാമായി മാറുന്നത്. ആയിഷയും അവളുടെ ഭർത്താവിനെയും അവൻ ക്രൂരമായി കൊന്നു. അവിഹിത ബന്ധങ്ങളുള്ളവരെ ടാർഗറ്റ് ചെയ്ത് അവൻ കൊല്ലാൻ തുടങ്ങി. പോപ്പുലർ ഹോളിവുഡ് ആക്ടർ പ്രശാന്ത് സിംഗിനെ കൊന്നതായി അവൻ സ്റ്റേറ്റ്മെന്റ് നൽകി. അതിനുശേഷം ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റ് അജയ് മൽഹോത്ര ബോംബെയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം ഗോവയിലെ വലിയൊരു ബിസിനസ് ടൈക്കൂൺ സിക്കന്ദറിനെ കൊന്നു. തുടർച്ചയായി സെലിബ്രിറ്റീസിനെ കൊല്ലുമ്പോൾ ന്യൂസ് ഫാസ്റ്റായി റീച്ചായി സൈക്കോ ശ്യാം എന്ന പേര് ഫേമസ് ആയി ജനങ്ങൾ ഭയപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു. അതേ ഇന്റൻഷനോടെ ഈ നാട് മുഴുവൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാനായി നാഷണൽ വൈഡ് സെലിബ്രിറ്റീസിനെ എല്ലാം അവൻ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു നാൾ ഗോവയിൽ നിന്ന് അബ്സ്കോണ്ടായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. സൈക്കോ ശ്യാമിനെ അറസ്റ്റ് ചെയ്യാനായി നമ്മുടെ DCP റിയ ഒരുപാട് കഷ്ടപ്പെട്ടു. മഹാരാഷ്ട്ര പോലീസിലേക്ക് നമ്മൾ ശ്യാമിനെ കൈമാറുന്നതിന് മുമ്പായി DCP ആയ ഈ ഇരിക്കുന്ന റിയ സൂപ്പർ ജനിക്ക് എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ സെല്ലിലാണ് അവനെ അടച്ചിട്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിക്കായും അന്നത്തെ ന്യൂ ഇയർ പാർട്ടിക്കായും ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സിനെ എല്ലാം നിയമിച്ചിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി കുറവായിരുന്നതുകൊണ്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും സൈക്കോ ശ്യാം എസ്കേപ്പ് ആവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ രാജശേഖരനെ കൊന്നതും സൈക്കോ ശ്യാമാണോ? ഓബിയസ്ലി. ഇത്ര ഉറപ്പോടെ എങ്ങനെ പറയാൻ പറ്റുന്നു സർ? പ്രൊഡ്യൂസർ രാജശേഖറും അഞ്ജലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി അറിഞ്ഞ ശ്യാം വീണ്ടും അവന്റെ പവർ കാണിക്കാനായി എസ്കേപ്പ് ആയ അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രൊഡ്യൂസർ രാജശേഖരനെ കൊന്നിരിക്കുന്നു. ഈ നാട് മുഴുവൻ ഐ ആം ബാക്ക് എന്ന മെസ്സേജ് അവൻ കൊടുക്കുകയും ചെയ്തു. സൈക്കോ ശ്യാമാണ് ആ കൊലപാതകം ചെയ്തത് എന്നതിന് ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ സർ? തീർച്ചയായും ഉണ്ട്. ഓരോ സീരിയൽ കില്ലേഴ്സും അവർ കൊലപാതകം ചെയ്യുമ്പോൾ അവരുടെ ഒരു സിഗ്നേച്ചർ അവിടെ അവശേഷിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ സൈക്കോ ശ്യാമും കൊല ചെയ്യുന്ന ഓരോ വീട്ടിലും ചെന്ന് അവന്റെ സൈലൻസർ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്ത് തെറ്റുകളെ കുറിച്ച് ചിന്തിച്ച തലയിൽ മാർക്ക് ചെയ്ത് തെറ്റുകൾ ചെയ്ത് വിരലുകൾ മുറിച്ച് സിംബോളിക്കായി അത് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് താൻ ഈ നാടിനെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന ചിന്തയാണ് അവന്. അവന് മെഷിയ കോംപ്ലക്സ് എന്ന സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്. ഇതേ അസുഖം നമ്മുടെ ചരിത്രത്തിലെ പല ആളുകൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങളിപ്പോൾ സൈക്കോ ശ്യാമിനെ അറസ്റ്റ് ചെയ്യാനായി ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ സൈക്കോ ശ്യാമിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ മീറ്റിംഗിൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് കഥകിൽ മുട്ടിയാൽ 1 തവണയല്ല 2 തവണയല്ല 10 തവണ ആലോചിച്ചിട്ട് വേണം കഥക് തുറക്കാൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യണം. എല്ലാവരും സൂക്ഷിക്കുക. ഒപ്പം തന്നെ അവിഹിത ബന്ധങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പാമ്പും കോണിയുടെ ഈ കളിയില് പാമ്പ് നമ്മളെ കുത്തും, പക്ഷെ ഏണി അത് നമ്മളെ ഉയരങ്ങളിലെത്തിക്കും. ಪ್ರಭು ಪಾಪ ಕನ್ಮೇಷಂ ಪಾಪ ಸಂಪಾದ ಕ್ಷಮತೆ ಪಾಪ ಪರಿಹಾರ ಪ್ರಜ್ಞಾನಂ ಅವಶ್ಯಂ.
ഞാൻ ഇവിടേക്ക് വന്നത് കണ്ണുള്ളവർക്ക് എന്നെ കാണാനും കണ്ണില്ലാത്തവരെന്നെ കാണാതിരിക്കാനും വേണ്ടി. മനസ്സിലായോ? എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. Rohan? ഹലോ റിയ. Can I come? കം. ഭയങ്കര വർക്കൗട്ടിലൊക്കെ ആണല്ലോ. വാ. കം സിറ്റ്. മോനേട്ടാ 2 കോഫി കൊണ്ടുവരണേ. കൊണ്ടുവരാ മോനെ. ഡ്യൂട്ടി ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാഷണൽ പോലീസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അതിന്റെ പ്രാക്ടീസിലായിരുന്നു. ഓ നൈസ്. റോഹൻ, can I ask you something? ചേച്ചി എപ്പോ നോക്കിയാലും ബിസി അല്ലേ? നീ ഒറ്റയ്ക്ക് ആ വീട്ടില് വെറുതെ ഇരുന്ന് ബോറടിക്കില്ലേ? What do you mean? അതേ വീട്, TV, ക്ലോക്ക് ഇതൊക്കെ നോക്കി ഇങ്ങനെ എപ്പോഴും ഇരിക്കണ്ടേ? എന്റെ മനസ്സിൽ എപ്പോഴും എന്റെ ദേവത നിന്റെ ചേച്ചിയുള്ളപ്പോ പിന്നെന്താ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും തനിച്ചാണെന്നുള്ള ഫീൽ വരാറില്ല. മനസ്സിൽ അവളോട് സംസാരിച്ച് എപ്പോഴും ടൈം പാസ് ചെയ്യും ഞാൻ. ഓ റിയലി ഗ്രേറ്റ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും സെറ്റിലായി. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ പ്രായപൂർത്തിയായ ഒരു ജീവനുണ്ട്. അതിന്റെ കല്യാണം നടത്താനുള്ള കോമൺ സെൻസ് വേണ്ടേ? ഓ ഇതായിരുന്നോ കാര്യല്ലേ? ഞങ്ങളായിട്ടൊരു ചെക്കനെ കണ്ടുപിടിക്കണോ അതോ നീ തന്നെ കണ്ടെത്തുവോ? എങ്ങനെയാ? എടി കള്ളി, ഞാൻ നിന്റെ ചേച്ചിയാ. നീ അന്ന് അവന്റെ അച്ഛനെ പരിചയപ്പെടുത്തുന്നത് കണ്ടപ്പോഴേ അവനാണ് നിന്റെ മനസ്സിൽ കയറിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കമ്മീഷനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടക്കും. Love you so much. അഞ്ജലി, ഇത്ര വൃത്തികെട്ടവളായിരുന്നല്ലേ നീ? നാണല്ലാത്തവള്, എന്നെ ചതിച്ചല്ലോ നീ. ഇവിടെ ഓടി. നീ എന്താടി വിചാരിച്ചേ? ഞാൻ അത്ര വലിയ പൊട്ടനാന്ന് കരുതിയോ നീ? ഇത്രയ്ക്ക് നാണമില്ലാത്തവളായി പോയില്ലോ നീ. ഇതാരായിരിക്കും ചെയ്തത് റോഹൻ? നീ പേടിക്കണ്ട, ഞാനുണ്ട്. സ്കൗണ്ടറൽ, ആരാണെങ്കിലും പുറത്തേക്ക് വന്നോ. റാസ്കൽ, പറഞ്ഞത് കേട്ടില്ലേ? It's me, guys. അഞ്ജലി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. സർപ്രൈസ് തരാൻ വേണ്ടി ബാക്ക് ഡോറിൽ കൂടെ വന്നതിന് നിങ്ങൾ എന്നെ കണ്ണു കാണിച്ചാണ് വെൽക്കം ചെയ്യുന്നത്. അഞ്ജലി അകത്തേക്ക് വാ.
ഭാർഗവ് ഇരിക്കെ. ചേച്ചി സോറി ഫോർ ബീങ് ലേറ്റ്. റിയയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ വരാതിരുന്നത്. ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാവരും ചേച്ചിയുടെ കൂടെ ഇല്ലേ. ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോയിൽ ക്രോസ് വരച്ച് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അതാരായിരിക്കും? ഇനി ആ സൈക്കോശാൻ വലുതുമാണോ? ചേച്ചി ഡോണ്ട് ജംപ് ടു കൺക്ലൂഷൻസ്. താൻ എന്തായി ചെയ്യുന്നേ? അയ്യോ, സാറിന്റെ മേഡത്തിന് വിവാഹ വാർഷികമല്ലേ ഇന്ന്? ദൃഷ്ടിദോഷം കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. അതാണല്ലേ, താനാണ് ഈ വീഡിയോ എന്തൊരു കഷ്ടമാന്ന് നോക്കി. ഹേ രോഹൻ, ബി സെൻസിബിൾ. അയാൾ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല. ഇനി കത്ത് പിടിക്കാൻ കാരണം അയാളാണെങ്കിൽ തന്നെ നമ്മുടെ ഫോട്ടോയിൽ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് സൈക്കോശ്യാമിന്റെ സിഗ്നേച്ചറാ. Hey guys, trust me, it's not me. ഏയ്, നീയാണെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ ഞാൻ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നോ? വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ. You only know me, Rekha. ചേച്ചി തൽക്കാലം ഇപ്പം ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ നിർത്ത്. റിയ വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാന്നേ. Good morning. പേടിക്കണ്ട ചേച്ചി, ഞങ്ങളെല്ലാരും ഉണ്ട്. ചേച്ചി, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ. നിങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്ന് നിങ്ങൾ രണ്ടുപേരും അറിയാതെ ടേബിള് തീ പിടിപ്പിച്ച് നിങ്ങളുടെ ഫോട്ടോയിൽ ക്രോസ് വരച്ച് നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളാണെന്ന് പറഞ്ഞ് വോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. സോ ഐ പ്ലാൻ ടു ഷിഫ്റ്റ് യു ബോത്ത് ടു എ ന്യൂ ഹൗസ്. സ്പെഷ്യൽ സെക്യൂരിറ്റിയുള്ള പോലീസ് ഗസ്റ്റ് ഹൗസിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി ഈ കളി കളിച്ചത് ആരാണെങ്കിലും ശരി, അവനെ ഞാൻ വിടില്ല. അഞ്ജലി ആയാലും സൈക്കോശാമായാലും എത്ര പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. ചേച്ചി, he is the chief security officer here. ഹലോ സർ. ഹലോ സർ. ചേച്ചി, സ്പെഷ്യൽ സെക്യൂരിറ്റി പോലീസ് ഗസ്റ്റ് ഹൗസ് ഇതാണ്. 24 hours ഇവിടെ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഗേറ്റിലും എപ്പോഴും പോലീസുകാരുണ്ടായിരിക്കും. ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഈ ഗേറ്റ് കടന്നു വരാൻ ഒരു കൊതുകിന് പോലും പറ്റില്ല. നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം ഒരു കാരണവശാലും നമ്മളല്ലാതെ പുറത്തൊരാൾ പോലും അറിയാൻ പാടില്ല. എന്തായാലും ഈ കേസ് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് അധികം വൈകാതെ ഒരു അവസാനം കാണും ഞാൻ. ചേച്ചി ചേച്ചി സമാധാനമായിട്ട് അകത്ത് വിട്ട് റിലാക്സ് ചെയ്യും, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. റിയ, ഡിസംബർ 31 സൈക്കോ ശ്യാമനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ദിവസം നിന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 12 പോലീസുകാർ അന്ന് കൂടെ ഉണ്ടായിട്ടും ഒരു PC യെ കൊന്നിട്ട് സൈക്കോ ശ്യാമ അന്ന് എസ്കേപ്പ് ആയി.
നീ പറയുന്നത് കൂട്ടി ആലോചിക്കുമ്പോ വീടിനുള്ളിലേക്ക് ഒരു കൊതുക് പോലും കേറില്ലായിരിക്കും. പക്ഷെ സൈക്കോ ശ്യാമിൽ ഇവര് രണ്ടുപേരും കൊതുകുകളെ പോലെ തന്നെയാ. You're right. So, what do we do? എന്റെ ഒരു സ്റ്റഡി പ്രകാരം ഇതിന് പറ്റിയൊരു റൈറ്റ് പേഴ്സൺ എക്സ് കമാൻഡർ സെൽവമുരുകൻ മാത്രം. ഇദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷവും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹത്തിന് ജോലിക്കെടുത്തു. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സോൾജേഴ്സ് ഇൻ ഇന്ത്യ ആർമി അവർ. വിത്തൗട്ട് എനി വെപ്പൺസ് വെറും കൈയോടെ 100ഓളം ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ അദ്ദേഹം അത്രയ്ക്ക് ബുദ്ധിശാലിയാണ്. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ സൈക്കോ ശ്യാമിനെ പോലെ ഒരു വ്യക്തി ഒതുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. Okay. Contact him. Pick up the call. Pick up the call. അഞ്ജലി, ഏയ് രേഖ, 3 ദിവസമായിട്ട് നിന്നെ വിളിക്ക. നീ ഇവിടെ പോയി കിടക്ക. ഒരു മെസ്സേജ് ഇല്ല, കോൾ ഇല്ല. എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ എന്താ അത് ഒന്ന് പറ. എന്താ അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എവിടെ നീ? ആ സിനിമ എനിക്ക് ആകെ തലവേദന ആയിരിക്ക. പിന്നെ ആ ഡയറക്ടറുടെ ടോർച്ചറും. പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഒരു ലോങ് ഡ്രൈവ് പോവാന്ന് വിചാരിക്ക. പ്ലീസ് നീയും കൂടെ വാ. കോളേജ് ഡേ ആൽബം നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്ത് പറയുന്നു? ഐ ആം ഓൾസോ മെന്റലി ഡിസ്റ്റർബ്. ജയിലിൽ കിടക്കുന്ന പോലെ ഒരു ഫീൽ എനിക്കും എവിടേക്കെങ്കിലും ദൂരേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റിയ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എവിടെയുണ്ടെന്ന് ആരോടും ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന്. സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്ത് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചു അവള്. ഞാൻ എന്താ ചെയ്യാ? ഹേ കമോൺ രേഖ, ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്തേക്ക് ദൂരത്തേക്ക് പോവാം നമുക്ക്. ലെറ്റ്സ് ഹാവ് ദി ബെസ്റ്റ് ടൈം ഓഫ് അവർ ലൈഫ്സ്. പറ, നീ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ എങ്ങോട്ടാ വരണ്ടേ? ഡോക്ടർ വിഷ്ണുവർദ്ധൻ റോഡിലുള്ള സ്പെഷ്യൽ പോലീസ് ഗസ്റ്റ് ഹൗസിലുണ്ട്. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഗുഡ്. In 20 minutes, your joker will be right there. അഞ്ജലി. ഹലോ രേഖ, ഞാൻ ലൊക്കേഷനിൽ എത്തി. 2 minutes. I'll be there. നീ കാറിൽ തന്നെ ഇരിക്കേ, പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാൻ എന്താ വരുന്നു. മാം, അവിടെ നിൽക്കണം. നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? ചോദിച്ചു കേട്ടില്ല എങ്ങോട്ടാന്ന്. പ്ലീസ് അകത്തേക്ക് പോണം. നിങ്ങൾ പറയുന്നേ അകത്തേക്ക് പോവാൻ. എനിക്കൊരു എമർജൻസി കേസുണ്ട്. ഐ എം എ സൈക്യാട്രിസ്റ്റ്. പേഷ്യന്റിന്റെ ഫാമിലി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ദയവേത് എന്നെ പോവാൻ അനുവദിക്കണം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം. നിങ്ങൾ പറയുന്നതൊക്കെ ശരി. റിയ മാമിനോട് ഇൻഫോം ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നത് പേഷ്യന്റിനോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും. ശരി മാം, പോയിട്ട് വാ. താങ്ക് യു. ഹായ്. ഹായ്. Can I drive? Okay. വേഗം കേറ്. എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ വന്നേന്നറിയോ? Actually, after a long time, I'm very, very happy. രേഖ, യു നോ വാട്ട്? എന്റെ ജീവിതം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ലൈഫ് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. ഐ ഫീൽ പിറ്റി ഓൺ യു രേഖ. നീ ഒരു സൈഡിൽ ഇന്ദിരാഗാന്ധിയെ പോലെ ജീവിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സ്റ്റക്കോൺ ആയിരിക്കുക. ഏ മണ്ടിക്കാളി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് ഐ ഡു. അയ്യോ കഴുത. ഞാൻ പ്രശസ്തിയാണ്. എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട്, നല്ലൊരു അനീതിയുണ്ട്. ഇതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടേ? നീ ഒരു മണ്ടിയ. ഞാൻ പറയുന്ന സെക്ഷനെ വേറെയാ. ഓ ആണോ?
You won't understand. ഓ അങ്ങനെയാണോ? I have no complaints in my life. I've been there, done that. ഓ പിന്നെ Crazy life. Hey, slow down, yaar. നിനക്ക് ഇപ്പോഴേ പേടിയായോ? എന്തിനാ വെറുതെ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്? ഐ എം ഓൾസോ ക്രേസി. നീ എന്താ വല്ല റേസിന് പോവാണോ? മൈക്കൽ ജൂമേക്കറെ ബീറ്റ് ചെയ്യാനുള്ള പരിപാടി? നീ കൂടെ ഉള്ളപ്പോ ഇതൊക്കെ ഒരു രസല്ലേ? നിനക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഇവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ബിറ്റ്വീൻ ദ ഡെഡ്ലി റെയിൽവേ ട്രാക്സ് ആൻഡ് എ ഡീപ് റിവർ. അവിടെ ഒരു വലിയ തെങ്ങിൻ തോപ്പുണ്ട്. ഞാൻ നിനക്കൊരു സൂപ്പർ ലൊക്കേഷൻ കാണിച്ചു തരാം. Oh my God. ചെറുതിലെ കളിക്കാനായിട്ട് ഞാനിവിടെ കുറെ പ്രാവശ്യം വന്നിട്ടുള്ളതാ. അഞ്ജു ബാഗ് പിടിച്ചേ. Give me your bag. നീ എന്തിനാ ബാഗുമായിട്ട് നടക്കുന്നത്? ഇങ്ങോട്ടാ. അതൊന്നും കുഴപ്പമില്ല. ഈ സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അതല്ലേ പറഞ്ഞേ. ദേ അങ്ങോട്ടും നോക്കിയേ. ആ ലേക്ക് മുതല് ഈ അറ്റം വരെ ഞങ്ങളുടെ സ്ഥലമാ. ചൂടുകാലത്ത് ഈ വെള്ളത്തിൽ നീന്താൻ എന്ത് സുഖാന്നറിയോ? നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. സ്വിമ്മിംഗ് കോസ്റ്റ്യൂം എടുക്കാൻ ഞാൻ മറന്നുപോയല്ലോ. ഓ അങ്ങനെ നിന്റെ പ്രോപ്പർട്ടിയിൽ എന്താ പറ്റി? നീ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നേ? കെട്ട് അഴിച്ചുവിട്. അഴിച്ചുവിട്. പേടിപ്പേഴച്ചവളെ, ഇങ്ങോട്ട് നോക്കടി. നീ കാരണം എത്ര കുടുംബങ്ങളാ തകർന്നത്. നിനക്ക് എന്തായി പറ്റിയേ? എന്നെ അഴിച്ചുവിട്. അഴിച്ചുവിട്. പ്രപോഹം പാപ കന്മേകം പാപ സമ്പാദ ക്ഷമത്തെ പാപ പരിഹാരോ രക്ത പ്രോക്ഷണമാവശ്യം. Oh
അഞ്ജലി ആയിരുന്നില്ലേ തന്റെ പ്രൈം സസ്പെക്ട്. ദേ ഇപ്പൊ കണ്ടില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്. സെൽവമുരുക, മിസ്റ്റർ മുരുകൻ, മുരുകൻ നായിഡു. മാം എന്താ മാം പറയ്. എന്താ അവിടെ ചെയ്യുന്നേ? സോറി മാം, ഭയങ്കര ക്ഷീണമായിരുന്നു, അതുകൊണ്ടൊന്ന് കുടിച്ചു. വരൂ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. ഇല്ല ഒന്നും സാരമില്ല, മാഡം കഴിച്ചോളൂ. അകത്തേക്ക് വരാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് കഴിക്കാം. മാഡം പോയിക്കോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ സാറേ, ഒരു സിഗരറ്റ് തരുമോ സാറേ? ഓ, ഞാനെന്താ ഇവിടെ മാടക്കട നടത്താണോ? താൻ ചോദിക്കുമ്പോൾ സിഗരറ്റ് എടുത്ത് തരാനായിട്ട്? അല്ല സാർ, വാങ്ങിക്കുന്നത് എനിക്ക് തന്നെ തികയില്ല, അതിനിടയ്ക്ക് തനിക്ക് തരാമെന്ന്. പോടോ സാർ, ഒറ്റ ഒരെണ്ണം തന്നാ മതി സാറേ. ശരി വാ. അയ്യോ, മേഡം എങ്ങാനും കണ്ടാലോ? താൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാനോ നിൽക്കണ്ട. വാ വാ വാ. ഒരു പെണ്ണാണെന്ന് പോലും കൺസിഡർ ചെയ്യാതെ ഇത്രയും ബ്രൂട്ടലായിട്ട് അവളെ കൊന്നു കളഞ്ഞു. ആ സൈക്കോ ഷാം ഈസ് സോ ഇൻഹ്യൂമൻ. ഐ വിൽ കിൽ ദാറ്റ് ബാസ്റ്റർഡ്. എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു സൈക്കോ ശ്യാമായിരിക്കും ഇതിന്റെ എല്ലാം പുറകിലെന്ന്. നീ ഒറ്റൊരുത്തി കാരണം ആ പാവ അഞ്ജലി ഞാൻ എത്രയും കാലം ഒരു സംശയത്തോടെ കണ്ടിരുന്നത്. സോറി ഭാർഗവ്, ഐ വാസ് റോങ്. ആ സൈക്കോ ഷാം അഞ്ജലിയെ ഇല്ലാതാക്കിയ സ്ഥിതിക്ക്, ഓ മൈ ഗോഡ്, ഗസ്റ്റ് ഹൗസിൽ ചേച്ചി അന്വേഷിച്ച് പോയിട്ടുണ്ടാവില്ലേ? അയ്യോ ഭാർഗവ്, ഒന്ന് വേഗം വിട് പ്ലീസ്. റിയ, ചേച്ചി ഈസ് മച്ച് സ്ട്രോങ്ങർ ആൻഡ് വൈസർ ദാൻ വി ഓൾ തിങ്ക്. ആ സൈക്കോ ശ്യാം വിചാരിച്ച ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യു നോ ഇറ്റ് ബെറ്റർ. യെസ്, ഐ നോ. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് മാഡം. ഏയ്, പതുക്കെ കഴിക്കാം. ആരോ എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ആര്? ഗേൾ ഫ്രണ്ടാ അതോ വൈഫോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? അതൊന്നും അല്ല മാഡം, ഞാൻ ഓൾറെഡി കുടിച്ചിരിക്കുന്നോണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല, പറയ്. കുറെ കാലം ജോലി ചെയ്ത് ഒറ്റാന്തടിയായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞതാ ഞാൻ. കല്യാണം കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അമ്മ എന്നെ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാണും ഒരു പെണ്ണും ഉണ്ട്. അവർക്ക് സെക്സ് ചെയ്യാനായിട്ട് കല്യാണം എന്ന് പറയുന്ന വലിയൊരു ഡ്രാമ കളിക്കേണ്ട കാര്യം എന്താ? ലൈഫിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. എന്നും ഒരേ ഭക്ഷണം കഴിച്ച് 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 ബോറടിച്ച് തുടങ്ങിയെന്നേ. അതുകൊണ്ട് ഞാനങ്ങ് ഡൈവേഴ്സ് ചെയ്ത്. മനസ്സിലായോ? സോറി മാഡം, തെറ്റിദ്ധരിക്കൊന്നും ഇല്ലല്ലോ അല്ലേ? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സെക്സില് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് മാഡം. ബാക്കി പറയേ. ആ, ഇതുപോലെ സുന്ദരികളായ സ്ത്രീകളെ കല്യാണം കഴിച്ച് എല്ലാ ദിവസവും സെക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം വല്ലാതെ കുടിച്ചപ്പോ ഞാൻ കുറച്ച് ഓവറായി പോയി. അവളെ കൊണ്ടത് താങ്ങാൻ പറ്റിയില്ല. അവള് ചത്തുപോയി. പുഴയിലേക്ക് എറിഞ്ഞിട്ട് ഞാനും കൈ കഴുകി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം തന്നെ അപ്സരസ് പോലൊരു പെങ്കൊച്ചിനെ എനിക്ക് കിട്ടി. ആഹാ, അവൾ എന്നെ എപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. XX ക്രോമസോം, XY ക്രോമസോം, ബയോളജി, സുവോളജി, സെക്സ്, അട്രാക്ഷൻ. That's it. നായിന്റെ മോനെ, എങ്ങനെയാണ് ഒരു പെണ്ണിനെ കുറിച്ച് ഇത്ര മോശമായി സംസാരിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവട ദ്രോഹി. സ്ത്രീകളെ പറ്റി എന്താ നീ കരുതിയേ? ഒരു വിലയില്ലാത്തവരാണല്ലോ. സെക്സിന് വേണ്ടി മാത്രമാണോ ഒരു പെണ്ണ്? ബയോളജിയോ, ക്രോമസോമോ, അട്രാക്ഷനോ? കാമഭ്രാന്തനായ നീ ഇനി ജീവിക്കണ്ട.
the clock struck 12, the moon struck down. Hickety-dickoty dock, the mouse began to hum. He picked up the gun, dressed as a clown. Hickety-dickoty dock, he picked the mouse, took off fingers, hickety-dickoty dock. നിങ്ങളിത് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം. ഞാൻ നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് മാറിയതേ ഉള്ളൂ. സോറി മാഡം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവേത് എങ്ങോട്ടും പോരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. രോഹൻ ജോഗിങ്ങിന് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ആ മാഡം, ഇതേ രോഹൻ സാർ വരുന്നുണ്ടല്ലോ. രോഹൻ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എനിക്ക് ഭയങ്കര പേടിയാവുക. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു അവിടുന്ന്. വേണ്ട, നമുക്കിനി ഇവിടെ നിൽക്കണ്ട രോഹൻ. വാ രോഹൻ. എങ്ങോട്ട് എങ്ങോട്ട് പോവാനാ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ. റിലാക്സ്. ഇവിടെ ശബ്ദമൊന്നുമില്ല. എല്ലാം നിന്റെ തോന്നല് മാത്രമാ. പ്ലീസ് രോഹൻ, എനിക്കിവിടെ താമസിക്കണ്ട. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്റെ അമ്മയുടെ വീടുണ്ട്. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. മഴവിൽ കൊട്ടാരം, റെയിൻബോ ഹൗസ്. അവിടെ എത്തുമ്പോ മാത്രം എന്റെ മനസ്സിന് ശാന്തി കിട്ടുള്ളൂ. വാ, നമുക്ക് പോവാം. ശരി, ഒരു നിമിഷം നിൽക്ക. എവിടേക്കാ പോകുന്ന രോഹൻ? ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാന്നേ. ഒന്നും വേണ്ട, വാ. കാറിന്റെ താക്കോലെങ്കിലും ഞാനൊന്ന് എടുക്കട്ടെ. നീ നിക്ക്. നിനക്ക് സമാധാനം കിട്ടുന്നത് ആ റെയിൻബോ ഹൗസിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകും. ഇതാ മഴവിൽ കൊട്ടാരം. റെയിൻബോ ഹൗസ് എന്റെ അമ്മയുടെ വീടാ. ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ എവിടെയാ. ഈ കൊട്ടാരത്തില് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകളുണ്ട് എനിക്ക്. രോഹൻ, ഇതാ എന്റെ അച്ഛനും അമ്മയും. ഓ, കാണുമ്പോ തന്നെ ഐഡിയൽ കപ്പിളാന്നറിയാം. ആ, ഇതെന്റെ ഗ്രാൻഡ് പാരന്റ്സാ. ഗ്രേറ്റ്. ഇവരെ ഈ വീടുണ്ടാക്കിയത്. വായിരിക്ക. രോഹൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മനസ്സിന് സമാധാനം ഇല്ലാതാവുമ്പോ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വരും. ചെറുപ്പത്തിലെ തന്നെ എനിക്കെന്റെ അച്ഛനില്ലാതായതാ. എന്റെ അമ്മ എന്നെ വളർത്തിയത്. എന്റെ അമ്മ ഇല്ലാതായപ്പോ തൊട്ട് റിയ മാത്രമായി എന്റെ ലോകം. ഞാൻ ജീവിക്കുന്നത് തന്നെ അവക്ക് വേണ്ടി മാത്രമായിട്ടാ. റോഹൻ, ഞാൻ പഠിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതിലും കഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ അവളൊരു IPS ഓഫീസറാക്കി മാറ്റിയത്. അതെന്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്റെ എല്ലാ സ്വപ്നങ്ങളും നടത്തി തന്നു. കോളേജിൽ വെച്ച് നീ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്നെക്കാ പ്രായം കുറഞ്ഞ ആൾ എന്തിനാ എന്നെ പ്രപ്പോസ് ചെയ്യുന്നേന്ന്. കോളേജിൽ എന്നെക്കാ ഭംഗിയുള്ള മറ്റു പെൺകുട്ടികളില്ലേ
സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരില്ലേ നിനക്ക് പ്രേമിക്കാനെന്നൊക്കെ ഞാൻ ആ സമയത്ത് ഓർത്തായിരുന്നു. പക്ഷെ നീ എന്നെ എങ്ങോട്ടും വിടില്ലെന്ന് പറഞ്ഞ് പുറകെ നടക്കുകയായിരുന്നില്ലേ. പക്ഷെ എന്തോ എനിക്ക് നിന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കല്യാണം നടക്കുകയായിരുന്നു. നിന്നെ കല്യാണം കഴിച്ചപ്പോ ഞാൻ ചിന്തിച്ചത് ഞാൻ റിയയ്ക്ക് അമ്മയായിരിക്കുന്ന പോലെ നീ അവൾക്ക് അച്ഛനായിരിക്കുമെന്നാണ്. പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നീ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു രോഹൻ. നീ എന്ത് ഭ്രാന്തൊക്കെ വിളിച്ചു പറയുന്നേ? വെറുതെ വായി തോന്നുന്നു ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. ഹേയ്, അടങ്ങിയിരിക്കട നായിന്റെ മോനെ. ഞാൻ നിന്നോട് പറഞ്ഞ ഈ കഥ പാതി വഴിയിൽ നിർത്താൻ പാടില്ല. മുഴുവൻ കേക്ക് നീ. ഒരിക്കൽ മുംബൈയിൽ വെച്ച് നടക്കുന്ന സൈക്യാട്രിസ്റ്റ് കോൺഫറൻസില് ഞാൻ പോവാനിരിക്കുകയായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ലാപ്ടോപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയോണ്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു, അഞ്ജലിയുടെ വീടിന് മുന്നിൽ കൂടെ. അപ്പൊ ഞാൻ കണ്ടത് നിന്റെ കാർ അവിടെ കിടക്കുന്നതാ. എന്താന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ വന്ന് നോക്കി. കോളേജ് ഡേയ്സ് മുതലേ ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ടിനെ ഞാൻ ആഗ്രഹിച്ചതാ. നിന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കണമെന്നാ വിചാരിച്ച. പക്ഷെ എല്ലാം നശിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ആസ്തിയും അന്തസ്സും ഐശ്വര്യവും സമ്പാദ്യവും ഒക്കെ എന്റെ ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പാൻ വേണ്ടിയിട്ടാ ഞാൻ ആ ശവത്തിനെ കല്യാണം കഴിച്ചേ. പാവം ആ ആന്റിയെ ഞാൻ അവളെ ശരിക്കും പ്രേമിക്കുന്നുണ്ടെന്നാ അവൾ എപ്പോഴും വിചാരിക്കുന്നത്. അവൾ എന്റെ അടുത്ത് വന്ന് കിടക്കുന്ന സമയത്ത് നാണക്കേട് തോന്നുന്നു എനിക്ക്. ഡിവോഴ്സ് ചെയ്ത് നിന്നെ പോലെ ഒരുത്തിയെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച പോലുള്ള പാവങ്ങൾക്ക് ആര് പെണ്ണ് തരാനല്ലേ? അവളുടെ കൂടെ ഉള്ള ഓരോ സെക്കൻഡും നരകത്തിലുള്ള പോലെ തോന്നുന്നു എനിക്ക്. വെറുതെ മൂഡ് സ്പോയിൽ ചെയ്യല്ലേ ബേബി. അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. ഇനിയും എത്ര നാളാ ഇങ്ങനെ ഈ നാടകം കളിക്കണ്ടെന്ന് അറിയില്ല. അവൾക്ക് വിഷം കൊടുത്തു കൊന്നാലും അവളുടെ പ്രോപ്പർട്ടിയില് ഒരു കൊട്ടാരത്തില് രാജാവിനെ റാണിയെ പോലെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്താ നീ ആലോചിക്കുന്നത്? നീ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാൻ. മനസ്സെന്ന ജാലകം മുരളുന്ന നേരത്ത് ചേതന എന്നൊരു ക്രൂരനെ യുദ്ധക്കൊതിയാൽ വേദനയോടെ നിറകണ്ണാലെ നീറുമതോ മനസ്സേ, ഇത് സ്വപ്നമോ ദുഃഖമോ? മനമേ, ഇത് കണ്ടത് സ്വപ്നമോ? വഞ്ചന എന്നൊരു പാപം ചെയ്ത് യുദ്ധം തുടങ്ങിടുമോ? മോഹമിതെന്നൊരു വാചകം ചൊല്ലി പ്രണയത്തെ പുൽകിടുമോ? പകയുടെ രസമിത് അനുഭവം ചൊല്ലി മറുപടി പറഞ്ഞിടുമോ? കടമകൾ മറന്നു ഞാൻ മയങ്ങിയ നേരത്ത് പ്രണയത്തിൻ രസം പകരൂ. മനസ്സെന്ന ജാലകം മുരളുന്ന നേരത്ത് ചേതന എന്നൊരു ക്രൂരനെ യുദ്ധക്കൊതിയാൽ വേദനയോടെ നിറകണ്ണാലെ നീറുമതോ? സർവേശ്വര നീ എൻ ഹൃദയമേ, നീ എന്ന ഭയം നീ പറയൂ. എൻ ഹൃദയത്തിൻ നോവിനെ കേൾക്കൂ, നീ കേൾക്കൂ. മനസ്സിന്റെ നൊമ്പരമിനെ കേൾക്കൂ, ശക്തി നീ കേൾക്കൂ. വിരളമായൊരു ഹൃദയം നൽകി ജീവിതമിനേകൂ. മനസ്സേ, ഇത് സ്വപ്നമോ ദുഃഖമോ? ഉയിരേ, അർത്ഥമില്ലാത്ത ജീവനേ. വൈകല്യത്തിൻ താരകധർമ്മമോ പ്രതികാരത്തിലമർന്ന കഥയോ? ആമുഖമില്ലാ നേരമിതെന്നോ വിരഹത തേടിയമർന്ന കഥയോ? പകയുടെ വാലിനാൽ
ശിരസ് തകർത്തൊരു പ്രണയമോ. അന്ന് മരിച്ച ഞാൻ മറ്റൊരു ജീവിതം ആരംഭിച്ചു. ഒരു കൂട്ടുകാരിയായി കൂടെ നടന്ന് അവൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പണത്തിനു വേണ്ടിയും കാമത്തിനു വേണ്ടിയും നീ എന്നെ ചതിച്ചു. മുഖം മൂടി ധരിച്ച് നീ എന്നെ കബളിപ്പിച്ചില്ലേ? ഥു. നീ ഒരാണാണോടാ? എന്റെ ജീവിതം വെച്ച് നീ കളിച്ചതുപോലെ തന്നെ ഞാനൊരു കോമാളി വേഷം കെട്ടി മറ്റൊരു കളി കളിക്കായിരുന്നു. നീ കളിച്ച കളിക്കൊരു മറുകളി. മാഡം ചേച്ചി എവിടെ? പുറത്തേക്ക് എങ്ങോട്ടാ പോയി മാഡം? എവിടെ പോയതാ? അതേതോ സുന്ദരമായ സ്ഥലമാണ്, റെയിൻബോ ഹൗസ് എന്നാണ് എന്നോട് പറഞ്ഞു മാഡം. റിയ, റിയ, ഭാർഗവ്. ഓ മൈ ഗോഡ്, മുരുകൻ നായിഡു സർ. ആ സൈക്കോ ശ്യാം ചേച്ചിയെ അന്വേഷിച്ച് ഇവിടെയും വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ചേച്ചി 6th സെൻസ് ഉപയോഗിച്ച് റെയിൻബോ ഹൗസിലേക്ക് പോയതായിരിക്കും. ഷിറ്റ്, ഹരിയ ഭാർഗവ്. ചാപ്റ്റർ 1. അന്ന് രാത്രി റിയ എന്നെ വിളിച്ച് സൈക്കോ ശ്യാം ജയിലിൽ വയലന്റ് ആയി ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ ഈ ലോകത്തിലെ എല്ലാ സീരിയൽ കില്ലറിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിച്ചു. സൈക്കോ ശ്യാം അതിലൊരുത്തനായിരുന്നു. നിന്നെ പോലുള്ള വൃത്തികെട്ട മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി ഞാൻ തന്നെയാ സൈക്കോ ശ്യാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എല്ലാരും പുറത്തേക്ക് പോ. നീ സൈക്കോ ശ്യാം അല്ല, റാങ്ക് ഹോൾഡർ ശ്യാം സുന്ദർ, BE ഗോൾഡ് മെഡലിസ്റ്റ്. ഐ നോ യുവർ ഹിസ്റ്ററി. നിന്റെ മനസ്സിലുണ്ടായ മുറിവ് കൊണ്ടാ നീ ഒരു ക്രിമിനലായി മാറിയത്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്നെ പോലുള്ള മനുഷ്യർക്ക് നല്ലവനായി ജീവിക്കാൻ ഒരു അവസരം നൽകില്ല. നിന്നെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് സാഹചര്യത്തിന് ബലിയാടായി ജയിലിൽ നരകയാതന അനുഭവിക്കാൻ പാടില്ല. നീതി നടപ്പാക്കുന്ന പോലീസുകാരും ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ അവരോട് നിന്നെ നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. അവിടുന്ന് 33 കിലോമീറ്റർ വന്ന മഴവിൽ കൊട്ടാരത്തിലെത്താം. കേസൊന്ന് ഒതുങ്ങുമ്പോ ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും ദുബായിലേക്ക് അയക്കും. നീ ശ്യാം സുന്ദറായിട്ട് ഈ ലോകത്തിലെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന എനിക്ക് വാക്കതാ. മാഡം പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഭഗവാൻ കെ സ്വരൂപോ മാം. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ. താങ്ക് യു മാം, താങ്ക് യു. ഞാൻ പറഞ്ഞ പോലെ പോലീസുകാർ അവനെ നിമാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ അവൻ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു. അവിടുന്ന് റെയിൻബോ കൊട്ടാരത്തിലേക്ക് വന്ന് അവൻ എന്നെ കണ്ടു. എന്റെ അമ്മ വീട്, ഇതേ കൊട്ടാരം, ഇതേ സ്ഥലം. ഇവിടെ വന്ന് അവൻ എന്നെ കണ്ടു. കേസ് ഒതുങ്ങിയ ഉടൻ ദുബായിലേക്ക് അയക്കാന്ന് പറഞ്ഞ് ഈ വീടിന്റെ ടെറസിലുള്ള ഒരു റൂമില് ഞാൻ അവനോട് താമസിക്കാൻ പറഞ്ഞു. ഈ കാണുന്ന മഴവിൽ കൊട്ടാരത്തിലെ ഒരു മുറി. എന്താ പേടിച്ചു പോയോ നീ? നന്നായി വേർക്കുന്നുണ്ടല്ലോ. നിന്റെ വൈഫിന്റെ സമ്പാദ്യം വെച്ച് നീ കൊറേ AC-യിൽ കിടന്നല്ലേ? ചെ പാവം. ഒന്ന് വേഗം പോ ഭാർഗവ്. ചാപ്റ്റർ 2. അന്ന് രാത്രി ഞാൻ നിന്നോട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്തിനാന്നറിയോ? നിന്റെ തലവേദന പോവാൻ വേണ്ടിയല്ല, തലവേദന വരാൻ വേണ്ടിയാ. അന്ന് രാജശേഖരനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. ഒരു വേശ്യയ്ക്ക് വേണ്ടി നല്ലവളായ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു എന്ന് അന്ന് അവൻ എന്നോട് പറഞ്ഞു. അവനെ അവിടെ വെച്ച് കൊല്ലേണ്ടതായിരുന്നു. അവന്റെ ആ തലതെറിച്ച ജീവിതം അന്നേ അവസാനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ നീ ആ ടാബ്ലറ്റ് കഴിച്ചു എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് ആ വീട്ടിലേക്ക് വന്നത്. അതുമാത്രമല്ല, രാജശേഖർ സേഫായി വീട്ടിലെത്തിയെന്ന് നിന്നെ അറിയിക്കണമെന്നും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വീട്ടിലെത്തിയ ഉടനെ എന്നെ കോൾ ചെയ്യണമെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ വിളിച്ചു. നീ തലവേദന കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുമ്പോ
ആ പൊട്ട മോഹനേട്ടനോട് ലെഫ്റ്റ് റൈറ്റ് സെന്റർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കായിരുന്നു. മെഡിക്കൽ സ്റ്റോറിലേക്ക് ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞ് രാജശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവനെ അവിടെ വെച്ച് തന്നെ തീർത്തു. സൈക്കോ ഷ്യാമിന്റെ സ്റ്റൈലിൽ ഞാൻ അവനെ കൊന്നു. അവന്റെ വിരലുകൾ മീനുകൾക്ക് വിശപ്പ് മാറ്റാൻ കൊടുത്തു ഞാൻ. നിനക്കും അഞ്ജലിക്കും മനസമാധാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി അഞ്ജലിയുടെ വിസിറ്റിംഗ് കാർഡ് അവിടെ വെച്ചിട്ട് പോന്നു ഞാൻ. എല്ലാരും സൈക്കോ ശ്യാമിനെ സംശയിക്കുമ്പോ എന്റെ അനീതി ആ മിടുക്കി റിയ അഞ്ജലിയാണ് സംശയിച്ചത്. അഞ്ജലിയാണ് ആ കൊല ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാ മീഡിയയിലും ന്യൂസ് പേപ്പറിലും വാർത്ത വന്നു. അപ്പൊ എന്റെ പ്ലാൻ പോലെ തന്നെ അഞ്ജലിയുടെ മാനം തകർന്നു പോയല്ലോ. ഈ റെയിൻബോ ഹൗസ് എന്ന് പറഞ്ഞ എന്താ? ഈ റെയിൻബോ ഹൗസിലാ ഞങ്ങൾ രണ്ടുപേരും ജനിച്ചു വളർന്നത്. ചാപ്റ്റർ 3. റിയയുടെ എൻഗേജ്മെന്റിന്റെ അന്ന് ആ പവൻ അഞ്ജലി അപമാനിച്ചപ്പോ ഐ വിൽ കില്യു എന്ന് അഞ്ജലി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അനുഭവിച്ച സന്തോഷം അവളെ ടോർച്ചർ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഒരിക്കലും പാഴാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ആ ജോക്കറിന്റെ വേഷം ധരിച്ച് ആ പവനെ ഞാൻ പരലോകത്തേക്ക് അയച്ചു. ആ വേശയില്ലേ, അവളുടെ പുറകെ ചുറ്റി നടന്ന പവനെ അവനെ അങ്ങനെ തന്നെ ഞാൻ കൊന്നു. എനിക്ക് തോന്നുന്നു സൈക്കോ ശ്യാം ചേച്ചിയെ കിട്ടാത്തോണ്ടാണ് ആ സെൽവമുരുകനെ കൊന്നെന്ന്. That bastard. Fast ഭാർഗവ്. ഞാൻ ചെയ്ത എല്ലാ കൊലപാതകവും അഞ്ജലിയുടെ തലയിൽ വന്ന് വീണു. പോലീസ് അവളെ ഒരു പട്ടിയെ പോലെ വലിച്ചഴച്ച് അകത്തിട്ടു. എന്റെ അടുത്ത ടാർഗറ്റ് ആരും സംശയിക്കരുതെന്ന് കരുതി ഞാൻ തന്നെ അവൾക്ക് ജാമ്യം നേടിക്കൊടുത്തു. ജയിലിൽ നിന്ന് അവളെ ഇറക്കിയപ്പോ എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ അനിയത്തിയെ ഭീഷണിപ്പെടുത്തി അവള്. ആ സമയത്ത് എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സമാധാനത്തോടെ അവളെ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ചാപ്റ്റർ 4. നമ്മുടെ ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ തന്നെ ഫോട്ടോയിൽ ക്രോസ് ചെയ്ത് ടേബിളിൽ തീ കൊളുത്തി. എന്നിട്ട് റോഹൻ പേടിയാവുന്നു പറഞ്ഞ് അലറി വിളിച്ചു. ആ ഡ്രാമ നടത്തിയ സമയത്ത് എനിക്ക് എന്ത് സന്തോഷമായിരുന്നോ. നീ അഞ്ജലിയുടെ നെഞ്ചിലേക്ക് ഗൺ ചൂണ്ടിയപ്പോ ആഹാ, ഞാൻ അനുഭവിച്ച പരമാനന്ദ സുഖമുണ്ടല്ലോ. അവളെ ആനിവേഴ്സറിക്ക് ഇൻവൈറ്റ് ചെയ്തത് ഞാൻ തന്നെയാ. ഒരു നിമിഷത്തേക്കെങ്കിലും അവളെ നീ സംശയിച്ചില്ലേ റോഹൻ? സൈക്കോ ശ്യാമാണത് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചില്ലേ? ഞാൻ നിന്നെ ഒരുപാട് പേടിപ്പിച്ചില്ലേ? പാവം എന്റെ ഭർത്താവ്. നീ എന്നും രാത്രി പേടി സ്വപ്നം കണ്ട് എഴുന്നേറ്റില്ലേ? ചാപ്റ്റർ 5. അഞ്ജലിയെ കൊല്ലാനായി ഞാൻ പ്ലാൻ ചെയ്തപ്പോ തന്നെ അവൾ തന്നെ എന്നെ കോൾ ചെയ്ത് ലോങ് ഡ്രൈവിന് പോവാന്ന് പറഞ്ഞു. ഒരു കശാപ്പ് ശാലയിലേക്ക് ഓടിക്കയറി വന്ന ഒരു ആട്ടിൻകുട്ടിയെ അറവുകാരൻ വെറുതെ വിടുവോ? രണ്ട് കൈയും വലിഞ്ഞ് ഒരു മരത്തിൽ കെട്ടി കത്തി എടുത്ത് കുത്തി ഞാൻ അവളെ കൊന്നു. അവളുടെ വിരലുകൾ അരിഞ്ഞ് ആ നദിയിലേക്ക് ഞാൻ തർപ്പണം ചെയ്തു. കാക്കയ്ക്കും കൃമി കീടങ്ങൾക്കും ഒക്കെ ആഹാരമായി അവള് ചത്തു. പിഴച്ച ശവം. അവള് മരിച്ചതിന് ശേഷം എന്റെ അടുത്ത ടാർഗറ്റ് നീ തന്നെയായിരുന്നു. ഈ ബ്ലോക്ക് മാറുന്നില്ലല്ലോ. അവൾക്കൊന്നും സംഭവിക്കില്ല റിയ. ഐ ആം കൺസേൺ ഭാർഗവ്. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. എനിക്കറിയാം ചേച്ചിക്ക് ഒന്നും ആവില്ലെന്ന്. ഐ ആം ഓൾസോ വരീഡ് അബൌട്ട് റോഹൻ. നിന്നെ എങ്ങനെയാ കൊല്ലാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ എന്റെ ലിസ്റ്റിലേ ഇല്ലാതിരുന്ന ആ മുരുകൻ എന്ന് പറയുന്നവൻ പെണ്ണുങ്ങളെ പറ്റി തീരെ അപമര്യാദയായി സംസാരിച്ചത്. ആ അലവലാതി ചെറ്റെ അവിടെ വെച്ച് തന്നെ ഞാൻ കൊന്നു. നമ്മൾ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ആൻസർ മീ രോഹൻ. ഞാൻ നിന്നോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല രേഖ, യു ആർ എ ഗുഡ് ബോയ്.
എനിക്ക് നോണ പറയുന്നവരെ കണ്ടാ തന്നെ എന്റെ നില്ലാത്ത ദേഷ്യം വരും. നീ പറയ, സത്യം പറയ രോഹൻ. അഞ്ജലി എന്നെ പറ്റിച്ചിട്ട് പോയി രേഖ. അവളെ എന്നേക്കുമായി മറന്നിട്ട് നിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഞ്ജലിയോട് ശാരീരികമായി അടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഇന്നും നിന്നെ മാത്രം സ്നേഹിച്ച രേഖ. വിഷം തന്നു കൊല്ലാനുള്ള സ്നേഹമല്ലേ രേഖ? ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്ക്. ഒരേ ഒരു തവണ എന്നോടൊന്ന് ക്ഷമിക്ക്. നീ ഒരേ ഒരു തവണ ജീവിക്കാനുള്ള അവസരം എന്താ? പ്ലീസ് രേഖ. I truly love you, രേഖ. പ്ലീസ് രേഖ. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്നറിയോ നിനക്ക്? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത രോഹൻ? I'm sorry, രേഖ. I'm sorry, രേഖ. ദയവേദന ഒന്നും ചെയ്യരുത്. ഒരവസരം രേഖ, എന്നോട് ക്ഷമിക്കും രേഖ. ശാന്തിയായി വരൂ ശ്രീമതി, മനഃശാന്തിയായി വരൂ ശ്രീമതി. നിന്റെ ദുഷ്ട ചിന്ത കൊണ്ട് അഹങ്കാരിയായവനെ, നിന്റെ തെറ്റായ ചിന്തകൾക്ക് തന്നെ അട്ടഹാസമായവനെ പരിശുദ്ധ പാപം മനസ്സുകൊണ്ട് ശാന്തിയായി വരൂ ശ്രീമതി. അഹിംസയെ തുടച്ചു നീക്കി അധർമ്മത്തെ അടിച്ചു നിർത്തി ദുഷ്ടനിഗ്രഹം നടത്തി ധർമ്മത്തെ പുൽകിടു നീ. ശാന്തിയായി വരൂ ശ്രീമതി. തെറ്റാണ് ചെയ്തത്. വന്നവനെ ഉയിര് തേടി നടന്നോ നീ. മാംഗല്യം പരമാകും വിധി ഇത് ശാന്തിയായി വരൂ ശ്രീമതി, മനഃശാന്തിയായി വരൂ ശ്രീമതി. ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണ്. ശ്യാം, മാഡം ക്യാ ഹുവാ? മുഖത്തൊക്കെ രക്തം. എന്താ പറ്റിയേ? ലീവ് ഇറ്റ്. മാം, എന്നോട് കനിവ് കാണിക്കണം മാം. എന്നെ ദുബായിലേക്ക് അയക്കേ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അവിടെ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ജീവിക്കും ഞാൻ അവിടെ. ഗോഡ് പ്രോമിസ്. എനിക്ക് ഇവിടെ കിടന്ന് മരിക്കാൻ വയ്യ. ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്ന മാം. നിന്റെ പേര് ഉപയോഗിച്ച് ആരോ 5 കൊലപാതകം ചെയ്തിരിക്കുക. നിനക്കെതിരെ എൻകൗണ്ടർ ഓർഡർ വന്നിട്ടുണ്ട്. പോലീസുകാരുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീ പിന്നെ ഉണ്ടാവില്ല. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉടനെ പറഞ്ഞയക്കാം. പക്ഷെ അതിനു മുമ്പ് നീ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. എന്താ മാം? എന്ത് ചോദിച്ചാലും ഞാൻ പറയാം. നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിന്റെ ഐഷയെ നീ എന്തിനാ കൊന്നത്? എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്, എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ച് മറ്റൊരുത്തന്റെ കൂടെ കിടക്കുന്നത് കണ്ട ഞാൻ പിന്നെ അവർക്ക് 2 പേർക്കും ഈ ഒരു തെറ്റിന്റെ ശിക്ഷ കൊടുത്തേ പറ്റൂ മാം. ആ ശിക്ഷയാണ് മരണം. ശ്യാം, ഡോക്ടറോടും വക്കീലിനോടും ഒരിക്കലും കള്ളം പറയാൻ പാടില്ലെന്ന്. എന്റെ അവസാനത്തെ ചോദ്യത്തിന് നീ സത്യസന്ധമായി മറുപടി പറയോ? മാം. ജാക്ലിൻ ആരാണ്? മറുപടി പറയ് ശ്യാം. ദുബായിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആ കമ്പനിയിൽ എന്റെ PA ആയിരുന്നു അവള്. അവളുടെ ബോസ് ആയിരുന്നോണ്ട് അവൾക്ക് എന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഒരുപാട് തവണ പറഞ്ഞ് മനസ്സിലാക്കിയതാ. പക്ഷെ അവൾ അടങ്ങിയില്ല. അധികം വൈകാതെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് തുടങ്ങി. പക്ഷെ അത് ഫിസിക്കലി മാത്രമായിരുന്നു. ഇമോഷണലി ഹാവ് ഓൾവേസ് ലവ്ഡ് ഐഷ. Jacqueline was just a girlfriend. കള്ളനായിന്റെ മോനെ,
സകല ചേറ്റത്തരവും കാണിച്ചിട്ട് നല്ലവനെ അഭിനയിക്കുന്നു. സർവം പരിശുദ്ധം. ഹരി ഭാർഗവ്, റെയിൻബോ ഹൗസ്. ഇതാണ് എന്റെ അമ്മയുടെ വീട്. കം. ഭാർഗവ്, റിയ, റോഹന് സൈക്കോശം കൊന്നു. എന്നെ അവൻ ഉപദ്രവിക്കാൻ വന്നപ്പോ ഞാൻ അവനെ കൊന്നു. ആ സൈക്കോശാമിനെ ഞാൻ വെടിവെച്ച് കൊന്നു. റിയ, I killed that bastard. കരയില്ല ചേച്ചി. What? വാ ചേച്ചി, നടക്ക. ചേട്ടാ, ഓ ചേട്ടാ, ചേട്ടാ. റോഹൻ, റോഹൻ. സോറി ചേച്ചി, സോറി. ചേച്ചി എത്ര നാളെന്ന് വെച്ചാ രോഹനെ പറ്റി ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. വി ഓൾസോ മിസ് റോഹൻ. ഇറ്റ്സ് ബീൻ 6 months. ഇനിയെങ്കിലും മറക്കണം അതൊക്കെ. എല്ലാം മറന്ന് ജീവിച്ചു തുടങ്ങണം. അതൊക്കെ എങ്ങനെയെങ്കിലും മറക്കണം ചേച്ചി. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും പറയേ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഹാവ് സം ബിസ്ക്കറ്റ്സ്. കഴിക്കേ ചേച്ചി. ഇങ്ങനെ വാശി പിടിക്കില്ല ചേച്ചി. എന്നാ പിന്നെ കുറച്ച് ജ്യൂസെങ്കിലും കുടിക്കും. ഭാർഗവ്, എവിടെയെങ്കിലും വണ്ടി നിർത്തി ഒരു ജ്യൂസ് വാങ്ങ്. ഓക്കെ. ഒരു ഓറഞ്ച് ജ്യൂസ്. സമയം എത്രയെന്ന് കണ്ടോടി ഊരുമ്പെട്ടോളെ. ഇവിടെ മര്യാദയ്ക്ക് കടയിൽ നോക്കത്തില്ല, അവിടെ വീട്ടിൽ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കത്തില്ല. നീയൊക്കെ എവിടുത്തെ ഭാര്യയാടി? കൊച്ചിനെ താഴെ ഇറക്കി നിർത്തടി. എടീ, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു 1000 പെണ്ണുങ്ങൾ ക്യൂ നിന്നതാ. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാ അവസാനം ഞാൻ നിന്റെ കഴുത്തി താലി കെട്ടിയത്. എന്റെ ചെരുപ്പൂരി എന്റെ തലക്ക് തന്നെ അടിക്കണം. നാടകം കളി തുടങ്ങിയല്ലേ? ഇവിടെയാണെങ്കിൽ കടയൊന്നും മര്യാദയ്ക്ക് നോക്കത്തില്ല. എന്റെ ബിസിനസ് മുഴുവൻ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുക. നശിച്ചവള്. എന്റെ തലയിലെഴുത്ത്. പോയി എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പണിയെടുത്ത് കാശുണ്ടായിക്കൊണ്ട് വാങ്ങി. ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് 3 നേരം വെട്ടി വീഴുകാൻ മാത്രം അറിയാം. ഊരുമ്പെട്ടോളെ.